السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ട് നമുക്ക് വീണ്ടും ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടാനും ശർഈയായ ഇൽമ് ചർച്ച ചെയ്യാനുമുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. ഇൽമിൻ്റെ ഫദ്ല്, ഇൽമ് പഠിക്കുന്നതിൻ്റെ ഫദ്ല് അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം ഇൽമാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൽമ എന്താണ്? ശർഈയായ ഇൽമാണ്, ദീനിന്റെ ഇൽമാണ്. അപ്പോൾ ശർഈയായ ഇൽമ്, അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും പഠിക്കുക എന്നുള്ളത് അതിനേക്കാൾ അഫ്ദലായ ഒരു അമല് ദുനിയാവിലില്ല. ഫർള് കഴിഞ്ഞാൽ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്, സുന്നത്തായ അമലുകളിൽ ഏറ്റവും അഫ്ദൽ എന്താണ് ഫർള് കഴിഞ്ഞാൽ. അതിൽ ഒരു വിഭാഗം ഉലമാക്കൾ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ തലബുൽ ഇൽമാണ്, ദീനിയായ ഇൽമ പഠിക്കലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാള് ഈമാൻ ഉറച്ചിട്ടുണ്ട്, യഖീനുണ്ട് എന്നതിന്റെ അടയാളമാണ് തലബുൽ ഇൽമ നടത്തുക എന്നുള്ളത്. അയാൾ ദീനിന്റെ ഇൽമ പഠിക്കാൻ ശ്രമിക്കും. ഒരാളുടെ ഈമാൻ അത് ഉറപ്പുള്ളതാണ്, യഖീനുള്ളതാണ് എന്നതിന്റെ തെളിവാണ്. അല്ലാഹു തആല കാഫിറുകളെ കുറിച്ച് പറഞ്ഞു, വല്ലദീന കഫറു, അവരുടെ സ്വഭാവം എന്താണ്? കാഫിറുകളുടെ സ്വഭാവം അമ്മ ഉൻദിറു മുഅ്രിദൂൻ, അവർക്ക് താക്കീത് നൽകപ്പെട്ടതിനെ തൊട്ട് അവർ ഇഅറാദിലായിരിക്കും, അവഗണനയിലായിരിക്കും. അപ്പൊ കാഫിറിന്റെ നേരെ വിപരീതമായിരിക്കണം ഒരു മുഅ്മിൻ. അപ്പൊ കുഫർ കൂടുന്നതിനനുസരിച്ച് അവരുടെ ഇഅറാദ് കൂടും. പരലോകത്തെക്കുറിച്ച് അവർക്ക് അറിയാൻ താല്പര്യമില്ല, പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം അവർക്ക് അറിയാൻ താല്പര്യമില്ല. അപ്പൊ ഒരു മുഅ്മിൻ എന്തായിരിക്കണം? ഇതിന്റെ നേരെ വിപരീതമായിരിക്കണം. ഈമാൻ കൂടുന്നതിനനുസരിച്ച് അവന് ആഖിറത്തിന്റെ ഇൽമ പഠിക്കാനുള്ള ആഗ്രഹം കൂടും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മനോഹരമായ അസറുണ്ട്, ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഖുമൈൽ ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഒരു താബിഇയോട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അദ്ദേഹത്തിന് കൊടുത്ത കുറച്ച് ദീർഘമായ ഒരു ഉപദേശമുണ്ട്, അറിയപ്പെട്ട ഒരു ഉപദേശമാണ്. നസീഹത്തു അലി ലി ഖുമൈൽ ഇബ്നു സിയാദ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു നസീഹത്താണ്. അത് സാധിക്കുന്നവർ വായിച്ചു നോക്കുക. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നു, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നാസു സലാസ, ജനങ്ങൾ 3 വിഭാഗമാണ്. മൊത്തം മനുഷ്യരെ നമുക്ക് 3ആയി തിരിക്കാൻ പറ്റും. ഫആലിമുൻ റബ്ബാനി, ഒന്നാമത്തെ വിഭാഗം, ഏറ്റവും അഫ്ദലായ വിഭാഗം ആലിമുൻ റബ്ബാനി, റബ്ബാനിയായ ആലിം. എന്താണ് റബ്ബാനി എന്ന് പറഞ്ഞാൽ? സലഫുകൾ വിശദീകരിച്ചത് അല്ലദീ യുറബ്ബി ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, വലിയ വലിയ ഇൽമുകൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ. ചെറിയ ഇൽമ എന്ന് പറഞ്ഞാൽ ദീനിൽ ചെറുതൊന്നുമില്ല. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ദീൻ മുഴുവൻ വലുതാണ്. പക്ഷേ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന, പടിപടിയായി വളർത്തി അവസാനം ദീനിന്റെ അവസാനം വരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആലിം, അതാണ് ആലിമുൻ റബ്ബാനി. വമുതഅല്ലിമുൻ അലാ സബീലി നജാഹ്, രണ്ടാമത്തെ വിഭാഗം രക്ഷയുടെ മാർഗത്തിൽ പ്രവേശിച്ച മുതഅല്ലിം, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി. അതാണ് രണ്ടാമത്തെ കൂട്ടർ. അവരുടെ സ്ഥാനം ആലിമിന്റെ താഴെയാണ്. മൂന്നാമത്തെ വിഭാഗം വഹമജുൻ റആഉൻ അത്ബാഉ കുല്ലി നാഇഖ്, ബാക്കിയുള്ളവര് ഹമജുൻ, വിഡ്ഢികളാണ്. ഹമജ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ശരിക്ക് ചെറിയ എന്തോ പ്രാണിയുടെ പേരാണ്. കൊതുക് പോലെയുള്ള ഒരു പ്രാണിയുടെ, ആടിന്റെയും കാലികളുടെയൊക്കെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രാണിയാണ്. അങ്ങനെയുള്ള വെറും പ്രാണികളാണ് ബാക്കിയുള്ള ആളുകൾ. റആഉൻ, വിഡ്ഢികളാണ്. അത്ബാഉ കുല്ലി നാഇഖ്, ഒച്ചയിടുന്നവരുടെയൊക്കെ പിന്നാലെ പോകുന്ന അവരുടെ അണികളാണ്. നല്ല ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയുന്ന, നാവുകൊണ്ട് സിഹർ കാണിക്കാൻ കഴിയുന്ന, തർക്കത്തിൽ സമർത്ഥരായ ഒരാൾ വന്നാൽ അവരുടെ പിന്നാലെ പോകും. അത്രയേ ഉള്ളൂ. അതെത്ര ഭൗതികമായ യോഗ്യതകളുള്ള ആളായാലും, എത്ര കച്ചവടത്തിൽ ബുദ്ധിയുള്ള ആളായാലും, ആലിമല്ല, മുതഅല്ലിമല്ല എങ്കിൽ പിന്നെ അവൻ ഹമജുൻ റആഉൻ അത്ബാഉ കുല്ലി നാഇഖ് യമീലൂന മഅ കുല്ലി റീഹ്, അടിക്കുന്ന കാറ്റിനൊക്കെ അനുസരിച്ച് അവർ ചാഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ ഈ ഒരു പരിതാപകരമായ അവസ്ഥ ഇല്ലാതാകണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ശർഈയായ ഇൽമ പഠിക്കുക. അതിന് പ്രായം തടസ്സമല്ല, നമ്മുടെ ബുദ്ധി തടസ്സമല്ല. ഉലമാക്കൾ പറയുന്നത് തൊലബുൽ ഇൽമിന് ഒരൊറ്റ തടസ്സമേ ഉള്ളൂ, ഭ്രാന്ത്.
ഭ്രാന്ത് ഉണ്ടെങ്കിൽ തൊലബുൽ ഇൽമ് സാധിക്കില്ല. അതല്ലാത്ത മുസ്ലിമായ ഏതൊരു മനുഷ്യനും തൊലബുൽ ഇൽമ് സാധിക്കും. അതിന് സഹാബത്ത് തെളിവാണ്. അവരിൽ നേതാക്കന്മാരായ സഹാബിമാർ പലരും വളരെ പ്രായം ചെന്നതിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിനുശേഷം അവർ ശറഈയായ ഇൽമ് പഠിച്ച് വലിയ ഇമാമിയങ്ങളായി മാറി. തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളുടെ അടുത്ത് നിന്ന് പഠിക്കുമായിരുന്നു പല സഹാബത്തും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പഠിക്കുമായിരുന്നു ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു എന്ന വലിയ ഖുറൈശി പ്രമാണി. അദ്ദേഹവും മുആദ് ബിൻ ജബലും തമ്മിൽ 50 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾ ചോദിക്കുമായിരുന്നു അദ്ദേഹത്തോട്, ഈ ചെറുപ്പക്കാരന്റെ അടുത്തുനിന്ന്, ഈ കുട്ടിയുടെ അടുത്തുനിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അപ്പൊ ഹക്കീം ബിൻ ഹിസാം പറയുമായിരുന്നു, ഈ കിബ്റാണ് നമ്മെ നശിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പൊ തൊലബുൽ ഇൽമ്, ദീനിന്റെ ഇൽമ് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ യമീലൂന മഅ കുല്ലി റീഹ്, അടിക്കുന്ന കാറ്റിനനുസരിച്ച് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്, അദ്ദുനിയ മൽഊന മൽഊനുൻ മാ ഫീഹാ, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, ദുനിയാവിലുള്ള എല്ലാ വസ്തുവകകളും ശപിക്കപ്പെട്ടതാണ്. എല്ലാ ആലിമൻ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ഒരു ആലിം ഒഴികെ, ഔ മുതഅല്ലിമൻ, അത് പഠിക്കുന്ന വിദ്യാർത്ഥി, ഔ ദിക്റല്ലാഹി വമാ വാലാഹു, അള്ളാഹുവിന്റെ ദിക്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇബാദത്തുകളും, ഇതല്ലാത്തതൊക്കെ ശപിക്കപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശറഈയായ ഇൽമ്, അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും, അത് പഠിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിന് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നമ്മൾ നോക്കേണ്ടതില്ല. കാരണം വിശുദ്ധ ഖുർആനില് എണ്ണപ്പെരുപ്പം എന്നുള്ളത്, കസ്റത്ത് എന്നുള്ളത് ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, അധികം ആളുകളും നീ എത്ര താല്പര്യം കാണിച്ചാലും വിശ്വാസികളാകാൻ പോകുന്നില്ല. അപ്പോ കിട്ടുന്ന സാഹചര്യം നമ്മൾ ദീൻ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുക എന്ന കാര്യം ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് വായിക്കാൻ പോകുന്ന കിതാബ് സിഫത്തു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രൂപം വിവരിച്ചുകൊണ്ട് എഴുതിയ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹു തആലയുടെ കിതാബാണ്. ഈ കിതാബ് വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ്. തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദീനിന്റെ അടിസ്ഥാനം നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, ഒരു ദിവസം രാത്രിയും പകലുമായി 5 വക്ത് നമസ്കാരമുണ്ട് എന്ന് അവരെ അറിയിക്കണം. അപ്പൊ നമസ്കാരമാണ് ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയ്യുൽ അമലി അഫ്ദൽ, ഏറ്റവും അഫ്ദലായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോ അസ്സലാത്തു അലാ വഖ്തിഹ, സമയത്ത് നമസ്കരിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ദീനിന്റെ അടിത്തറയാണ് നമസ്കാരം. ഈ നമസ്കാരം എങ്ങനെയാണ് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. കാരണം ശറഇൽ ഒരു ഖാഇദയുണ്ട്, ഒരു തത്വമുണ്ട്. എന്താണ്? മാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഏതെങ്കിലും ഒരു നിർബന്ധ കർമ്മം പൂർത്തിയാകാൻ ഒരു മാർഗം ആവശ്യമുണ്ടോ, ആ മാർഗവും നിർബന്ധമായിരിക്കും, വാജിബായിരിക്കും. അപ്പൊ നമസ്കാരത്തിൽ വുളു എടുക്കുക എന്നുള്ളത്, നമസ്കാരത്തിൽ ഔറത്ത് മറക്കുക എന്നുള്ളത് വാജിബാണ്. അപ്പൊ വസ്ത്രം വാങ്ങുക എന്നുള്ളത് എന്താണ്? നമുക്ക് നമസ്കാരത്തിന് വേണ്ട ഒരു വസ്ത്രമെങ്കിലും കയ്യിലുണ്ടാവുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. കാരണം നമസ്കാരത്തിന്റെ സമയമായാൽ നമുക്ക് സത്രുൽ ഔറ, ഔറത്ത് മറക്കൽ വാജിബായി. ഇപ്പൊ വാജിബായ കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളും വാജിബായിരിക്കും. അപ്പൊ നമസ്കാരം വാജിബാണെങ്കിൽ, നിർബന്ധമാണെങ്കിൽ, നമസ്കാരം എങ്ങനെ എന്ന് പഠിക്കലും നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എങ്ങനെയെന്ന് പഠിക്കൽ നിർബന്ധമാണ്. ഈ കിതാബ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല. 14-ാം നൂറ്റാണ്ടിലെ, ഹിജ്റ 14-ാം നൂറ്റാണ്ടിലെ ഏറ്റവും അറിയപ്പെട്ട മുഹദ്ദിസായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല. അദ്ദേഹത്തെ കുറിച്ച് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞത്, ആകാശത്തിന് ചുവട്ടിൽ ഹദീസിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുറിച്ച് ഇത്രയും ഇൽമുള്ള ഒരാളെ എനിക്കറിയില്ല എന്നാണ്. മറ്റു പല ഉലമാക്കളും അദ്ദേഹത്തെ കുറിച്ച് ഈ നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു ആലിമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹം ജനിച്ചത് ഒരു അനറബി കുടുംബത്തിലാണ്. ഇന്നത്തെ റഷ്യയുടെ ഭാഗമായിരുന്ന ഒരു രാജ്യത്താണ് അദ്ദേഹം ജനിച്ചത്. പഴയകാലത്തെ റഷ്യയുടെ ഭാഗമായിരുന്ന രാജ്യത്താണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഉപ്പ സിറിയയിലേക്ക് ഹിജ്റ പോവുകയും അങ്ങനെ അവിടെയാണ് ഷെയ്ഖ് ചെറുപ്പകാലം കഴിച്ചുകൂട്ടുകയും അറബി ഭാഷ പഠിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അറബി പഠിച്ചെടുത്ത ഒരാളാണ് ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി. അദ്ദേഹം അറബി ആയിരുന്നില്ല, ചെറുപ്പത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്ന ഭാഷ വേറെയാണ്.
എന്നിട്ട് അദ്ദേഹം ഈ നൂറ്റാണ്ടിലെ ലോകത്തെ ഏറ്റവും വലിയ ആലിമായി മാറി. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിയ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പൊ ഷെയ്ഖിന്റെ ഈ കിതാബ് ചിലപ്പോൾ ഷെയ്ഖ് അൽബാനിയുടെ ഏറ്റവും പ്രശസ്തമായ കിതാബായിരിക്കും, സിഫത്തു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കിതാബിന്റെ ആമുഖമാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഫറദ സ്വലാത്ത അലാ ഇബാദിഹി. നമസ്കാരം തന്റെ അടിമകൾക്ക് നിർബന്ധമാക്കിയ അള്ളാഹുവിന് സ്തുതി. ശരിക്കും കിതാബ് നമ്മൾ ഓരോരുത്തരും ഇരുന്ന് വായിച്ചാൽ മതി, ഇതിന്റെ പരിഭാഷകളൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ അറബിയിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടി ഉപകാരം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ പരിഭാഷയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ചില ഉപകാരങ്ങൾ കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഇത് വായിച്ച് തീർക്കും. ഒറ്റക്ക് വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പകുതിയാക്കും, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇതിൽ ഷെയ്ഖ് പറയാത്ത എന്തെങ്കിലും കാര്യം കൂട്ടിച്ചേർക്കാനൊന്നും എനിക്ക് യാതൊരു അൽമുമില്ല. ഇതിൽ പറഞ്ഞ കാര്യം അതുപോലെ വായിക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഫറദ സ്വലാത്ത അലാ ഇബാദിഹി വഅമറഹും ബിഇഖാമത്തിഹാ വഹുസ്നി അദാഇഹാ. അല്ലാഹു എന്തു ചെയ്തിരിക്കുന്നു? നമസ്കാരം നിർബന്ധമാക്കി അത് നല്ല രീതിയിൽ നിറവേറ്റണം എന്ന് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വഅല്ലഖൻ നജാഹ വൽ ഫലാഹ ബിൽ ഖുശൂഇ ഫീഹാ. മനുഷ്യന്റെ വിജയവും പരലോകത്തെ മോക്ഷവും നമസ്കാരത്തിലെ ഖുശൂഉമായി അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അല്ലെ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, സ്വർഗം നേടിയിരിക്കുന്നു. എന്താണ് സ്വർഗം എന്ന് പറയുന്നത്? സ്വർഗത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല, മനുഷ്യന്റെ മനസ്സുകൊണ്ട് കൽബുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുകയില്ല. അതാണ് സ്വർഗം. അപ്പൊ നമുക്ക് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതിന്റെ അപ്പുറം. ഇതിനേക്കാൾ ഇനി എന്താണ് പറയാനുള്ളത്? അപ്പൊ ഈ സ്വർഗം നേടി വിജയിക്കും ആര്? അല്ലദീനഹും ഫി സലാത്തിഹിം ഖാശിഊൻ. അതിന്റെ ഒന്നാമത്തെ ഷർത്ത് നമസ്കാരം നിർവഹിക്കുന്നല്ല. അല്ലദീനഹും ഫി സലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ അവർക്ക് ഖുശൂ ഉണ്ടാകും, ഭയഭക്തി ഉണ്ടാകും എന്നാണ്. വജഅലഹാ ഫുർഖാനൻ ബൈനൽ ഈമാനി വൽ കുഫർ. നമസ്കാരത്തിന്റെ ഓരോ ഫളായിൽ ഷെയ്ഖ് എണ്ണി പറയുകയാണ്, വജഅലഹാ ഫുർഖാനൻ ബൈനൽ ഈമാനി വൽ കുഫർ. ഈമാന്റെയും കുഫറിന്റെയും ഇടയിലുള്ള അതിരായി നമസ്കാരത്തെ അവൻ നിശ്ചയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ. നമ്മളും അവരും തമ്മിലുള്ള വേർതിരിവ് നമസ്കാരമാണ്, അഥവാ നമ്മളും കാഫിറുകളും തമ്മിലുള്ള. മൻ തറകഹാ ഫഖദ് കഫർ. ആരാണോ നമസ്കാരം ഉപേക്ഷിച്ചത് അവൻ കാഫിറായിരിക്കുന്നു. വനിഹായതൻ വനാഹിയതൻ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛതകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് തടയുന്ന കാര്യമാക്കി നമസ്കാരത്തെ അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം ഫാഹിഷത്തുകളിൽ നിന്നും എല്ലാവിധ മുൻകറാത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും തടയുന്നതാകുന്നു. അപ്പൊ മനസ്സാന്നിധ്യത്തോടെ ഒരാൾ നമസ്കരിച്ചാൽ അവൻ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടും. നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഒരു ദിവസം ഒരു ഫജ്ർ നമസ്കാരം നമ്മൾ ഖുശൂഅോടുകൂടി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ നമസ്കരിച്ചാലല്ല, ഖുശൂഅോടെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടും, അകന്നു നിൽക്കാനുള്ള തൗഫീഖ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ നമസ്കാരത്തിന്റെ മഹത്വം ഉയർത്തിയ അല്ലാഹുവിനാകുന്നു സ്തുതി. വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദ്. നമ്മുടെ നബിയായ മുഹമ്മദ്, അവിടുത്തെ മേൽ അല്ലാഹുവിന്റെ സലാത്തും സലാമും ഉണ്ടായിരിക്കട്ടെ. ബിഖൗലിഹി തആല അൽ മുഖാതബി ബിഖൗലിഹി തആല. അവിടുത്തോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയ ദിക്ർ, ഉത്ബോധനം അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ദിക്ർ അവതരിപ്പിച്ചിരിക്കുന്നു. ഫഖാമ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹിൽ വളീഫത്തി ഹഖ്ഖൽ ഖിയാം. അല്ലാഹുവിന്റെ റസൂൽ ഈ വളീഫത്ത്, ഈ ഉദ്യോഗം, അല്ലാഹുവിന്റെ ദിക്ർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. വകാനത്തി സ്വലാത്തു മിൻ അഅ്ളമി മാ ബയ്യനഹു ലിന്നാസി ഖൗലൻ വഫിഅല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിശദീകരിച്ച കാര്യം, ഏറ്റവും കൂടുതൽ വിശദീകരിച്ച ദിക്ർ നമസ്കാരമാണ്. ഹത്താ ഇന്നഹു സല്ല മറത്തൻ അലൽ മിമ്പർ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കൽ മിമ്പറിൽ കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. യഖൂമു അലൈഹി വയർക. മിമ്പറിൽ നിൽക്കുകയും റുക്കൂ ചെയ്യുകയും ഒക്കെ ചെയ്തു. മിമ്പറിൽ നിന്ന് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. സുമ്മ ഖാല ലഹും. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നമാ സനഅതു ഹാദാ. ഞാനിത് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ലിതഅ്തമ്മൂ ബി വലിതഅല്ലമൂ സ്വലാത്തി. നിങ്ങൾ എന്നെ അനുകരിക്കാനും എന്റെ നമസ്കാരം പഠിക്കാനും വേണ്ടിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പിന്തുടരൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്ന് കൽപ്പിച്ചു. വബശ്ശറ മൻ സല്ലാഹാ കസലാത്തിഹി അന്ന ലഹു ഇൻദല്ലാഹി അഹ്ദൻ അൻ യുദ്ഖിലഹുൽ ജന്ന. വലിയ ഒരു വാഗ്ദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുണ്ട്. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്നത്, 5 നേരത്തെ നമസ്കാരം അതുപോലെ കൊണ്ടു നടക്കുന്നത്, അവന് സ്വർഗം ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഖംസു സ്വലവാത്തിൻ
5 നേരത്തെ നമസ്കാരങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഇഫ്തറദഹുന്ന അല്ലാഹു അസ്സ വജൽ, അല്ലാഹു അവ നിർബന്ധമാക്കിയിരിക്കുന്നു. മൻ അഹ്സന വുദൂഅഹുന്ന വസല്ലഹുന്ന ലിവഖ്തിഹിന്ന, ആരാണോ അത് ഭംഗിയായി വുളു ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. വുളു ഭംഗിയായി ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ, വുളുവിനെ കുറിച്ച് കൂടുതൽ പറയും. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ഉത്തരവാദിത്തം വുളു ആണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട്. ആരാണോ ഭംഗിയായി വുളു ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എല്ലാ അവയവങ്ങളും നനച്ചുകൊണ്ട് വുളു ചെയ്യുന്നത് ആരാണോ, അല്ലെ, വുളുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ഈ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയുക അവരുടെ വുളു ചെയ്യുന്ന അവയവങ്ങൾ പ്രകാശിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ വുളു ചെയ്ത് നമസ്കരിക്കാൻ പോകുന്ന സഹാബത്തിനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, കാലിന്റെ മടമ്പ് ശരിക്ക് നനക്കാത്ത ആളുകൾക്ക് നരകം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു. അപ്പോൾ സഹാബത്തിനോടാണ് പറയുന്നത്. വുളു എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള ഒരു മാർഗമാണ് വുളു ചെയ്യുന്നത് മുതൽ തന്നെ മനസ്സിൽ നമസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. വുളു ചെയ്യുമ്പോൾ തന്നെ ഖുശൂഓടുകൂടി വുളു എടുക്കാൻ ശ്രമിക്കുക. ഓരോ അവയവവും കഴുകുമ്പോൾ ആ അവയവം കൊണ്ട് ചെയ്ത പാപങ്ങൾ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തുകൊണ്ട് എന്റെ പാപങ്ങൾ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയോടുകൂടി, അതുപോലെ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത് എന്ന ചിന്തയോടുകൂടി വുളു ചെയ്താൽ നമുക്ക് നമസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ അത് സബബാകും എന്ന് ചിലർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില സലഫുകളെ കുറിച്ച്, മുൻഗാമികളെ കുറിച്ച് അവരുടെ ചരിത്രത്തിൽ കാണാം. അവർ വുളു ചെയ്യുന്ന സമയത്ത് മുഖം വിവർണമാകുമായിരുന്നു, മഞ്ഞയും ചുവപ്പും ഒക്കെ കളറായി മാറുമായിരുന്നു മുഖം. അവരോട് ചോദിച്ചപ്പോ ആ മഹാൻ പറയുകയുണ്ടായി, ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ വുളു ആണ് നമസ്കാരത്തിന്റെ തുടക്കം. അതുപോലെ വഖ്തിന് നമസ്കരിച്ചു, വഖ്ത് തെറ്റിക്കാതെ നമസ്കരിച്ചു. വഅതമ്മ റുകൂഅഹുന്ന വസുജൂദഹുന്ന വഖുശൂഅഹുന്ന, നമസ്കാരത്തിൽ റുകൂഉം സുജൂദും ഖുശൂഉം ഒക്കെ പൂർത്തിയാക്കി. അല്ലെ, റുകൂഉം സുജൂദും ചെയ്തു എന്നല്ല, അതമ്മ റുകൂഅഹുന്ന, ആ 5 വഖ്തും ഭംഗിയായി റുക്കൂ ചെയ്തു. റുക്കൂ ചെയ്യുന്നത് നോക്കിയാൽ അറിയാം ഒരാൾ നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പൂർണ്ണമായും അവന്റെ പുറം നേരെ നിൽക്കുകയില്ല ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ. അങ്ങനെ ശരിക്ക് വെള്ളം ഒഴിച്ചാൽ പുറത്ത് നിൽക്കുന്ന പോലെ റുക്കൂ ചെയ്യണം. അങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാം അവൻ നമസ്കാരത്തെ ശ്രദ്ധയുണ്ട്. അതുപോലെ സുജൂദിൽ കിടക്കാൻ പാടില്ലാത്ത രൂപങ്ങൾ, കൈ നിലത്ത് പൂർണ്ണമായി കുത്തിവെച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല, അതൊക്കെ ഇനി വരും. അപ്പൊ ഈ രൂപം, സുജൂദിന്റെ രൂപം അത് കണ്ടാൽ ഒരാളുടെ ശ്രദ്ധയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഖുശൂഅഹുന്ന, അതുപോലെ നമസ്കാരത്തിൽ ഖുശൂ ഒരാൾ പൂർത്തിയാക്കിയാൽ കാന ലഹു അലല്ലാഹി അഹ്ദുൻ അയഗ്ഫിറ ലഹു, അല്ലാഹുവിനോട് അവനൊരു കരാർ ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവും അവനും തമ്മിലൊരു കരാറായി. അയഗ്ഫിറ ലഹു, അവന് പാപങ്ങൾ പുറത്തു കൊടുക്കാമെന്ന്. അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വമൻ ലം യഫ്അൽ, ആരാണോ ഇതൊന്നും ചെയ്യാത്തത്, ഇതിൽ എന്തെങ്കിലും കാര്യത്തിൽ വീഴ്ച വരുത്തിയത്, ഫലൈസ ലഹു അലല്ലാഹി അഹ്ദുൻ, അല്ലാഹുവിന് ഇവനോട് ബാധ്യതയൊന്നുമില്ല. ഇൻഷാ ഗഫറ ലഹു, അല്ലാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. ഇൻഷാ അദ്ദബഹു, അവൻ ഉദ്ദേശിച്ചാൽ ശിക്ഷിക്കും. ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നരകം. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ശിക്ഷയാണ് നരകം. അപ്പൊ അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, പാപങ്ങൾ പുറത്തു കൊടുക്കും. എന്ത് ചെയ്താൽ? ഈ പറഞ്ഞ രൂപത്തിൽ നമസ്കരിച്ചാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്തു സലാം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഷെയ്ഖ് പറയുന്നത്. ഇത് അറബിയിൽ കിതാബുകൾ എഴുതുന്ന ആളുകളുടെ ഒരു ശൈലിയാണ്. ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് പറയും. ഒരു കിതാബ് എഴുതി തുടങ്ങുമ്പോൾ അതിന്റെ ഹംദും സലാത്തും പറയുമ്പോൾ തന്നെ എന്തിനെ കുറിച്ചാണ് കിതാബ് എന്നുള്ള സൂചന നൽകുകയാണ്. അപ്പൊ നമസ്കാരത്തെ കുറിച്ചാണ് എഴുതുന്നതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹംദും സലാത്തും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് നമസ്കാരത്തെ കുറിച്ചാണ്. വഅലാ ആലിഹി വസഹ്ബിഹിൽ അത്ഖിയാഇൽ ബററ, റസൂലിന്റെ കുടുംബത്തിനും സഹാബത്തിന്റെയും മേലും അള്ളാഹുന്റെ സലാത്തും സലാമും ഉണ്ടാകട്ടെ. അവരെങ്ങനെയുള്ളവരാണ്? അൽ അത്ഖിയാ അൽ ബററ, മുത്തഖീങ്ങളും പുണ്യവാന്മാരുമാണ്. അല്ലദീന നഖലു ഇലൈന ഇബാദതഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അവരാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തത്. വസലാത്തഹു വഅഖ്വാലഹു വഅഫ്ആലഹു, അവിടുന്ന് പറഞ്ഞ വാക്കുകൾ, ചെയ്ത ഇബാദത്തുകൾ, പ്രവർത്തിച്ച കാര്യങ്ങൾ എല്ലാം അവരാണ് നമ്മെ അറിയിച്ചത്, നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നത്. വജഅലൂഹാ വഹ്ദഹാ ലഹും മദ്ഹബൻ വഖുദ്വ, അത് മാത്രമായിരുന്നു അവരുടെ മദ്ഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ഇബാദത്തുകൾ അതായിരുന്നു അവരുടെ മാതൃക, അതായിരുന്നു അവരുടെ മദ്ഹബ്. വഅലാ മൻ ഹദാ ഹദ്വഹും വസലക സബീലഹും ഇലാ യൗമിദ്ദീൻ, അതുപോലെ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. വബഅദു, എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, ഫഇന്നി ലമ്മൻ തഹൈതു മിൻ ഖിറാഅത്തി കിതാബി സ്വലാത്തി മിന അത്തർഗീബി വത്തർഹീബി ലിൽ ഹാഫിദ് അൽ മുൻദിരി റഹിമഹുല്ലാഹ് വതദ്രീസിഹി അലാ ബഅദി ഇഖ്വാനിന സലഫിയ്യിൻ. ഷെയ്ഖ് പറയാണ്, ഇമാം അൽ ഹാഫിദ് അൽ മുൻദിരി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ഒരു ഹദീസ് പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. അദ്ദേഹത്തിന്റെ അത്തർഗീബ് വത്തർഹീബ് എന്ന കിതാബുണ്ട്. ആ കിതാബ് ഞാൻ കുറച്ച് സഹോദരങ്ങളെ പഠിപ്പിച്ചു.
സലഫികളായ കുറച്ച് സഹോദരങ്ങളെ പഠിപ്പിച്ചു 4 വർഷങ്ങൾക്ക് മുമ്പ്. തബയ്യന ലനാ ജമീഅൻ, ആ ദർസ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു, മാ ലിസ്സലാത്തി മിനൽ മൻസിലത്തി വൽ മക്കാനത്തി ഫിൽ ഇസ്ലാം, നമസ്കാരത്തിന് ഇസ്ലാമിൽ എത്ര സ്ഥാനമുണ്ട് എന്ന കാര്യം. അപ്പൊ ഈ ഇമാം മുൻദിരിയുടെ കിതാബ് തർഗീബ് വ തർഹീബ് എന്ന കിതാബ് അത് ഫളായിലുൽ അഅമാലിന്റെ വിഷയത്തിലുള്ള കിതാബാണ്. ഇസ്ലാമിലെ ഓരോ ഇബാദത്തിന്റെയും ഫളായിൽ, അതിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഹദീസുകൾ ശേഖരിച്ച കിതാബാണ് തർഗീബ് വ തർഹീബ്. അത് വായിക്കേണ്ട ഒരു കിതാബാണ്. അപ്പൊ പലരും എന്തു ചെയ്യും, നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് തൗഹീദിനാണ്, സംശയമില്ല. അതുപോലെ തന്നെ ഫിഖ്ഹിയായ അഹ്കാമുകൾക്കാണ്, അഖീദക്കാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വക കാര്യങ്ങൾ മാത്രമായിരിക്കും അവരുടെ വായനയും പഠനമൊക്കെ. അമലുകളുടെ മഹത്വം, ഫളായിലുൽ അഅമാൽ, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കുകയില്ല. അത് വേറെ ചില വിഭാഗങ്ങൾക്ക് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. അത് ശരിയല്ല. ഷെയ്ഖ് അൽബാനി ഇത്രയും വലിയ മുഹദ്ദിസും പണ്ഡിതനുമായിട്ട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ ശിഷ്യന്മാരായ ആളുകൾക്ക് പഠിപ്പിച്ചിരുന്ന കിതാബാണ് തർഗീബ് വ തർഹീബ് എന്ന ഇമാം മുൻദിരിയുടെ ഫളായിലുൽ അഅമാലിന്റെ വിഷയത്തിലുള്ള കിതാബ്. അപ്പൊ ആ കിതാബ് വായിച്ചപ്പോൾ അതിൽ അഹ്കാമുകളില്ല, നമസ്കാരത്തിന്റെ രൂപമൊന്നും അതിൽ വിശദീകരിക്കുകയില്ല. നമസ്കാരത്തിന്റെ ഫضല്, ഓരോ അമലിന്റെയും ഫضലാണ് ആ കിതാബിലെ വിഷയം. ഇതൊക്കെ വായിച്ചു കേട്ടപ്പോൾ നമസ്കാരത്തിന്റെ പ്രാധാന്യം ബോധ്യമായി. വമാ ലിമൻ അഖാമഹാ വ അഹ്സന അദാഅഹാ മിനൽ അജ്രി വൽ ഫضലി വൽ ഇക്റാം, ആ നമസ്കാരം പൂർത്തിയാക്കി യഥാർത്ഥ രൂപത്തിൽ ഭംഗിയായി നിർവഹിക്കുന്ന ഒരാൾക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. വഅന്ന ദാലിക യഖ്തലിഫു സിയാദതൻ വനഖ്സൻ, മാത്രമല്ല നമസ്കാരത്തിന്റെ ഈ ശ്രേഷ്ഠതകളൊക്കെ, ഈ ഫളായിലുകളൊക്കെ കൂടുകയും കുറയുകയും ചെയ്യും. എല്ലാവർക്കും ഒരുപോലെയല്ല, നമസ്കരിക്കുന്ന എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല. ബിനിസ്ബതി ഖുർബിഹ ഔ ബുഅദിഹ മിൻ സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തോടുള്ള അടുപ്പത്തിനനുസരിച്ച് ആരാണോ പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നമസ്കരിച്ചത് അവന് കിട്ടുന്ന അജ്റല്ല അതിൽ നിന്ന് അകലെയുള്ള രൂപത്തിൽ നമസ്കരിക്കുന്ന ഒരാൾക്ക്. ഈ കാര്യമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കമാ അശാറ ഇലാ ദാലിക ബിഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാ, ഒരു അടിമ ഒരു നമസ്കാരം നമസ്കരിക്കും. നമസ്കരിക്കുന്ന എല്ലാവരും ഒരുപോലെയല്ല. നമസ്കാരം കഴിയുമ്പോൾ അവസ്ഥ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ ഉശ്റുഹ, അതിന്റെ പ്രതിഫലത്തിന്റെ 10 അവന് ലഭിക്കുകയുള്ളൂ. എന്നിട്ട് പറഞ്ഞു വത്തുസ്ഉഹ സുംനുഹ സുബ്ഉഹ, ചിലർക്ക് 9 ചിലർക്ക് 8 മറ്റു ചിലർക്ക് 7 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ട് അവസാനം നിസ്ഫുഹ, പകുതി മാത്രം കിട്ടുന്നവരുണ്ടായിരിക്കും. അപ്പോ 10 കിട്ടുന്നവരുണ്ടായിരിക്കും, പകുതി കിട്ടുന്നവരുണ്ടായിരിക്കും, അതിനിടയിലുള്ള അളവിലൊക്കെ കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഒരു വക്ത് ഇപ്പൊ നമ്മളൊക്കെ ഒരുമിച്ച് നമസ്കരിച്ചു, ജമാഅത്ത് നമസ്കരിച്ചു, അത് എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല. അപ്പൊ ഇതെന്താണ് മനസ്സിലാക്കുന്നത്? നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ നിർവഹിച്ചാലാണ് ഈ പറഞ്ഞ ഫളായിലുകളൊക്കെ ലഭിക്കുക. ولذلك فإني نبهت الإخوان إلى أنه لا يمكننا أداؤها حق الأداء إلا إذا علمنا صفة صلاة النبي صلى الله عليه وسلم مفصلة. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് എന്റെ സഹോദരനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം തഫ്സീലായിട്ട് വിശദാംശങ്ങളോടുകൂടി ഓരോ ചലനങ്ങളും കൃത്യമായി സുന്നത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയാലേ നമുക്കതുപോലെ നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ആ സമയത്ത് പറയുകയുണ്ടായി. ഫഹീന ഇദിൻ, അങ്ങനെ പഠിച്ചാൽ മാത്രമേ നർജു അൻ തകൂന സ്വലാത്തുന തൻഹാന അനിൽ ഫഹ്ശായി വൽ മുൻകർ, പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വൻപാപങ്ങളിൽ നിന്നും ചെറുപാപങ്ങളിൽ നിന്നും നമസ്കാരം നമ്മെ തടയും എന്ന് പറഞ്ഞത് അപ്പോഴേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമസ്കാരം കൊണ്ട് പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാത്തതിന്റെ ഒരു കാരണം എന്താണ്? ആ നമസ്കാരം സുന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയായാൽ മാത്രമേ ഈ രക്ഷ നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം പഠിക്കൽ നിർബന്ധമാണ് എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് എഴുതിയിട്ടുള്ളതാണ് ഈ കിതാബ്. ഇനി ഷെയ്ഖ് പറയുകയാണ്, ലമ്മാ കാന മഅരിഫത്തു ദാലിക അല തഫ്സീൽ യതഅദ്ദറു അല അക്തരി നാസ്, ഈ പറഞ്ഞ കാര്യം, അതായത് വിശദമായി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക എന്നുള്ളത് അത് വളരെ പ്രയാസമാണ്. ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കും അത് അസാധ്യമാണ്. കാരണം നമസ്കാരത്തിന്റെ അഹ്കാമുകൾ വിശദീകരിച്ചിരിക്കുന്നത് പല പല കിതാബുകളിലാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് പറയുന്നു, അല്ലഫ്തു ലഹും ഹാദൽ കിതാബ്, ഞാൻ ഈ കിതാബ് എഴുതി ലിയതഅല്ലമു കൈഫിയത സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ രൂപം അവർ പഠിക്കാൻ വേണ്ടി. അത് മുസ്ലിം ഉമ്മത്തിനുള്ള അദ്ദേഹത്തിന്റെ നസീഹത്താണ്. പല പല ഫിഖ്ഹിന്റെ കിതാബുകളിലായി പരന്നു കിടക്കുന്ന അഹ്കാമുകൾ ഷെയ്ഖ് തന്നെ പറയുന്നുണ്ട്. ഓരോ മദ്ഹബിലും മറ്റ് മദ്ഹബുകളില്ലാത്ത സുന്നത്തുകൾ ഉണ്ടാകും. നമസ്കാരത്തിൽ ഇന്ന കാര്യം സുന്നത്താണ് എന്നൊക്കെ ഒരു മദ്ഹബിലുള്ളത് മറ്റു 3 മദ്ഹബിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ അഹ്കാമുകൾ എല്ലാ കിതാബുകളും വായിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ളത് ബഹുഭൂരിപക്ഷം മുസ്ലിമുകൾക്കും അസാധ്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കിതാബ് എഴുതുന്നത്. ഇങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തിലാണ് അദ്ദേഹം
ഈ കിതാബ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇതിന് കബൂൽ കൊടുത്തു, സ്വീകാര്യത കൊടുത്തു. ഈ കിതാബിനെ കുറിച്ച് അറിയാത്ത ഒരു മതവിദ്യാർത്ഥിയും ത്വാലിബുൽ ഇൽമ് ചിലപ്പോൾ ദുനിയാവിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്രയും പ്രശസ്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബിന് നൽകുകയുണ്ടായി. ഫയഹ്തദൂ ബിഹദിഹി ഫീഹ, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ മുസ്ലിമീങ്ങൾ പിന്തുടരാൻ വേണ്ടി റാജിയം മിനൽ മൗല സുബ്ഹാനഹു വ തആല മാ വഅദന ബിഹി അലാ ലിസാനി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹു നൽകിയ വാഗ്ദാനം നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി. എന്താണ് വാഗ്ദാനം? മൻ ദഅ ഇലാ ഹുദ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി ഫാഇലിഹി മിസ്ലു ഉജൂരി മൻ തബിഅഹു. ആരെങ്കിലും ഒരു സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അത് പിന്തുടരുന്ന ആളുകളുടെയൊക്കെ പ്രതിഫലം ക്ഷണിച്ചവനുണ്ടായിരിക്കും. അപ്പൊ ഈ സുന്നത്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമസ്കരിക്കുന്നവരുടെ ഒക്കെ പ്രതിഫലം എനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ കിതാബ് എഴുതുന്നത് എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത്. ഇനി ഇദ്ദേഹം ഈ കിതാബില് ഇതിന്റെ രീതി എങ്ങനെയാണ് എന്ന കാര്യം വിശദീകരിക്കുകയാണ്. മൻഹജുൽ കിതാബ്, കിതാബിന്റെ രീതി, ഇതിൽ അദ്ദേഹം പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന രീതി. വലമ്മ കാന മൗദൂഉൽ കിതാബ് ഇന്നമാ ഹുവ ബയാനു ഹദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എങ്ങനെ എന്നതാണല്ലോ കിതാബിന്റെ ഉള്ളടക്കം. കാന മിനൽ ബദഹി അല്ല അതഖയ്യദ ഫീഹി ബിമദ്ഹബിൻ മുഅയ്യൻ, ഒരു മദ്ഹബ് പിന്തുടരുക എന്നുള്ളത് അത് യുക്തമല്ല, അത് ചേർന്നതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരമാണ്, ഏതെങ്കിലും ഇമാമിന്റെ നമസ്കാരമല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മദ്ഹബ് അന്ധമായി പിന്തുടരുക എന്നുള്ളത് യോജിച്ചതല്ല. വഇന്നമാ ഊരിദു ഫീഹി മാ സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ അത് മാത്രമായിരിക്കും ഈ കിതാബിൽ കൊടുക്കുക. കമാ ഹുവ മദ്ഹബുൽ മുഹദ്ദിസീന ഖദീമൻ വഹദീസൻ, മുഹദ്ദിസീങ്ങളുടെ മാർഗം അതാണ്. വഖദ് അഹ്സന മൻ ഖാൽ, ഈ പറയുന്ന ബൈത്ത്, ഇനി പറയാൻ പോകുന്ന ഒരു കവിതാ ശകലം, അത് പറഞ്ഞ ആൾ വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുന്നു. എന്താണ്? അഹ്ലുൽ ഹദീസി ഹും അഹ്ലുൻ നബിയ്യി വ ഇൻ ലം യസ്ഹബു നഫ്സഹു അൻഫാസഹു സഹിബു. അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ പണ്ഡിതന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് തുല്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് തുല്യരാണ് അഹ്ലുൽ ഹദീസ്. കാരണം വഇല്ലം യസ്ഹബു നഫ്സഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ അവർ സഹവസിച്ചിട്ടില്ലെങ്കിലും അൻഫാസഹു സഹിബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്വാസോച്ഛ്വാസങ്ങളെ അവർ സഹവസിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ ശ്വാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അനക്കവും എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചവരാണ് മുഹദ്ദിസീങ്ങൾ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഹദീസിന്റെ കിതാബുകൾ വായിച്ചാൽ. അതുപോലെ തന്നെ ഷമായിലിന്റെ കിതാബുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും പറയുന്ന ഷമായിലുൻ നബി എന്ന് പറയുന്ന കിതാബുകൾ വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ചീകിയിരുന്നത് എങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ കയറുന്നത് എങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ എങ്ങനെയായിരുന്നു, ചിരി എങ്ങനെയായിരുന്നു, സംസാരം എങ്ങനെയായിരുന്നു, ഇങ്ങനെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവർ പഠിച്ച് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഹദ്ദിസീങ്ങളുടെ മാർഗമാണ് ഞാൻ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നത്. വലിദാലിക ഫഇന്നൽ കിതാബ സയകൂന ഇൻഷാ അല്ലാഹ് ജാമിഅൻ ലിശതാതി മാ തഫറഖ ഫീ ബുതൂനി കുതുബിൽ ഹദീസ് വൽ ഫിഖ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഹദീസിന്റെയും ഫിഖഹിന്റെയും കിതാബുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന എല്ലാ ചെറുതും വലുതുമായ വിവരങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതായിരിക്കും ഈ കിതാബ് എന്ന് അദ്ദേഹം പറയുന്നു. ബൈനമാ ലാ യജ്മഉ മാ ഫീഹി മിനൽ ഹഖ് അയ്യു കിതാബിൻ ഔ മദ്ഹബ്, ഈ കിതാബിൽ പറയുന്ന ഹക്ക്, നമസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം ഒരു മദ്ഹബിലും ഉണ്ടാവുകയുമില്ല. കാരണം എല്ലാ മദ്ഹബുകളിലും കുറവുകളുണ്ട്, അതെല്ലാം ഒരുമിച്ച് കൂട്ടിയതാണ് ഈ കിതാബ്. വസയകൂനുൽ ആമിലു ബിഹി ഇൻഷാ അല്ലാഹ്, ഈ കിതാബ് കൊണ്ട് അമൽ ചെയ്യുന്ന ആൾ, സിഫത്തു സ്വലാത്ത് നബി എന്ന ഈ കിതാബ് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നമസ്കരിക്കുന്ന ഒരാൾ ഇൻഷാ അല്ലാഹ് അവൻ അള്ളാഹു പറയുന്ന ഈ ആയത്തിൽ ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതാണ് ആയത്ത്? ഫഹദല്ലാഹു അല്ലദീന ആമനു ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖ് ബിഇദ്നിഹി, മനുഷ്യന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായപ്പോൾ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകി. എന്തിലേക്ക്? ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖ്, അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഹക്കിലേക്ക് അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകി. വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകുന്നു. ഇത് ഈ കിതാബിന്റെ എഴുതിയ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഈ കിതാബിയുടെ ഭംഗി കൊണ്ടോ കിട്ടിയ മഹത്വമല്ല. നേരെ മറിച്ച് ഈ കിതാബിൽ അദ്ദേഹം പിന്തുടർന്നിട്ടുള്ള മാർഗം അത് ഹദീസിന്റെ മാർഗമാണ്, ഹദീസിൽ വന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ثم إني حين وضعت هذا المنهج لنفسي, എന്നിട്ട് ഷെയ്ഖ് പറയാൻ, ഈ മനഹജ് അതായത് ഹദീസ് പിന്തുടരുക, ആളുകളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മദ്ഹബിലെ കൗലുകളും അതൊക്കെ അന്ധമായി തഖ്ലീദ് ചെയ്യുക എന്നത് ഒഴിവാക്കിക്കൊണ്ട് ഹദീസുകൾ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗൽ പിന്തുടരുക എന്ന മനഹജ് ഞാൻ തീരുമാനിച്ചതോടുകൂടി ഷെയ്ഖ് പറയുകയാണ്, കുന്തു അലാ ഇൽമിൻ, എനിക്ക് ഉറപ്പാണ്, അന്നഹു സൗഫ ലാ യർദാ ദാലിക
ലാ യുർദി ദാലിക കുല്ല തവായിഫി വൽ മദാഹിബ്. എല്ലാവർക്കും ഇത് തൃപ്തി ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹദീസ് ഞാൻ പിന്തുടരാൻ തുടങ്ങിയാൽ ഹദീസെ പിന്തുടരുകയുള്ളൂ, ഹദീസെ സ്വീകരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ആളുകൾ എതിർക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ബൽസൗഫ യുവജ്ജിഹു ബഅദുഹും ഔ കസീറും മിൻഹും അൽസിനത തഅനി വഅഖലാമൽ ലൗമി ഇലയ്യ. എനിക്ക് നേരെ അവരുടെ നാവുകളും പേനകളും ഒക്കെ പൊന്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമസ്കാരത്തിൽ മാറ്റം വരുത്തി, പാരമ്പര്യമായിട്ട് നമസ്കരിച്ചു പോരുന്ന രീതിയല്ല ഇത് എന്നൊക്കെ ആളുകൾ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വലാ ബഅസ മിൻ ദാലിക അലയ്യ, അതിൽ എനിക്ക് വിഷമമില്ല. ഫഇന്നി അഅലമു അയ്ളൻ, എനിക്ക് ഉറപ്പുള്ള മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? അന്ന ഇർളാഅൻ നാസി ഗായത്തുൻ ലാ തുദ്റക്. മുൻഗാമികൾ പറഞ്ഞൊരു വാക്കാണ് ഇർളാഉൻ നാസ്, ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഗായത്തുൻ ലാ തുദ്റക്, അതൊരിക്കലും സാധിക്കാത്ത ഒരു ലക്ഷ്യമാണ്. അല്ലെ, ആൾക്കാരൊക്കെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. നമസ്കാരത്തിൽ ഇമാം നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അറിയില്ല. അപ്പൊ എല്ലാവരും ഇത് സമ്മതിച്ചാലേ ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ സാധിക്കൂല. ഉദാഹരണത്തിന് പല സ്ഥലത്തും പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യമാണ്, നമസ്കാരത്തിൽ ഇമാം എന്തെങ്കിലും മറന്നിട്ട് ഗലബത്തു തന്നെ ഒരു ശക്കുണ്ടായി, ഞാൻ അത്തഹിയാത്തിൽ ഇരുന്നോ ഇല്ലേ, പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇരുന്നു എന്ന് തോന്നുകയും ചെയ്തു. അപ്പൊ ആദ്യം സംശയം ഉണ്ടായി, പിന്നെ ഉറച്ചു. അങ്ങനത്തെ അവസ്ഥ വന്നാൽ സലാം വീട്ടിൽ കഴിഞ്ഞിട്ടാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ചില പണ്ഡിതന്മാര് സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് സഹവിന്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടു രൂപത്തിലും ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. രണ്ടഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന്, രണ്ടു രൂപത്തിലും ചെയ്യാം. രണ്ടാമത്തെ, സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യാൻ പാടില്ല, സലാം വീട്ടിൽ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് അങ്ങനെയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ. അപ്പോ ഇബ്നു തൈമിയൊക്കെ നിർബന്ധമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, സലാം വീട്ടിയതിനു ശേഷമായിരിക്കണം സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്താൽ ആൾക്കാർ ചോദിക്കും, ഇതെന്താണ് പുതിയൊരു നിസ്കാരം, സലാം വീട്ടിൽ കഴിഞ്ഞ ഒരു സുജൂദ് എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോ ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഗായത്തുൻ ലാ തുദ്റക്, ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. എന്നാലോ പറ്റ ജാഹിലീങ്ങളാണെങ്കിൽ നമുക്ക് അവരാദ്യം ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണ് നല്ലത്. കാരണം വലിയ ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി, പള്ളിയിൽ അടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നേരത്തെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത്. പക്ഷെ ചില ആളുകളുണ്ട്, അവരുടെ മനസ്സിൽ രോഗമുണ്ടാകും, സുന്നത്തിനോട് താല്പര്യമില്ല, ദീൻ പഠിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് അവർ പറയും അവർക്കാണ് ഏറ്റവും വലിയ വെറുപ്പ് ഈ ചെയ്തതിനോട്. ഈ പള്ളിയിൽ കുറെ അറിവില്ലാത്ത ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനായിരിക്കും ഏറ്റവും അറിവില്ലാത്ത ആൾ, ഇവനായിരിക്കും ഏറ്റവും വിഷമം ഉണ്ടായത്. അപ്പൊ ഞാനൊരു ജാഹിലാന്നിപ്പോ എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. ഈ പള്ളിയിൽ വേറെ ജാഹിലിങ്ങളൊക്കെ വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഇമാമിനോട് മത്സരിക്കാൻ പോകും. അത് ശരിയല്ല. നേരെ മറിച്ച് സുന്നത്ത് അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. എന്താണ് ഇമാമിനോട് പറയേണ്ടത്? അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഇരുന്നിട്ട് ക്ലാസ് എടുത്തോ, ഈ വിഷയം പഠിപ്പിച്ചു കൊടുത്തോ ജനങ്ങൾക്ക് എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇവിടെ വേറെ ജാഹിലിങ്ങളുണ്ട് എന്ന് ഒരു ന്യായം പറയുകയല്ല വേണ്ടത്. അപ്പോ ഷെയ്ഖ് പറയാണ്, ഈ കിതാബിൽ ഇനി നമ്മൾ പല വിഷയങ്ങളും ഇങ്ങനത്തത് കാണും. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പല നാടുകളിലും പരിചയമില്ലാത്ത പല സുന്നത്തുകളും ഈ കിതാബിലുണ്ടാകും എന്ന് ഷെയ്ഖ് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മൻ അർദൻ നാസ ബി സഖത്തില്ലാഹ്, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും അള്ളാഹുവിനെ കോപിപ്പിച്ചാൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ബിദ്അത്തുകൾ അല്ലെങ്കിൽ സുന്നത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, വഖലഹു അല്ലാഹു ഇലന്നാസ്, ഗൗരവമുള്ളൊരു കാര്യമാണ്, അള്ളാഹു അവനെ ആളുകളെ ഏൽപ്പിക്കും. നിന്റെ കാര്യം ഇനി ജനങ്ങൾ നോക്കിക്കൊള്ളട്ടെ എന്ന് അത് തീരുമാനിക്കും. അള്ളാഹിന്റെ സംരക്ഷണം നമുക്ക് ഉണ്ടാവുകയില്ല. വലിയ ഒരു കുറ്റമാണത്, ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെ വെറുപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുക എന്നുള്ളത് അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ പഴിക്കും, അല്ലെങ്കിൽ ഖദറിനോട് പിന്നെ വെറുപ്പ് പ്രകടിപ്പിക്കും. അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുന്നുണ്ട്, അത് നമ്മളെല്ലാ ഹറാമും കാട്ടിക്കൂട്ടി ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഹറാമാണെന്ന് അറിയാം. എന്നിട്ട് കുറച്ച് ദീനുള്ള ആൾക്കാർ വരുമ്പോ അത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ വീട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി എന്ന് പറയും. എന്നിട്ട് പിന്നെ ഇവന്റെ മകൾ തൊലാക്കാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അപകടത്തിൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മരിച്ചു പോയിട്ടുണ്ടാകും. അപ്പൊ വിഷമിക്കും. വഖലഹു അല്ലാഹു ഇലന്നാസ്, അള്ളാഹു ഇവന്റെ സംരക്ഷണം ആ ജനങ്ങളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഞാനത് ഗൗനിക്കുന്നില്ല എന്നാണ് ഷെയ്ഖ് പറയുന്നത്. വലില്ലാഹി ദർറു മൻ ഖാൽ. ഇനി പറയാൻ പോകുന്ന ഈ കവിത ഇതും വളരെ മനോഹരമാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വരി ഷെയ്ഖ് കൊടുക്കുകയാണ്. വലസ്തു ബിനാജിം മിൻ മഖാലതി ത്വാഇനിൻ വലൗ കുൻതു ഫീ ഗാരിൻ അലാ ജബ്ലിൻ വഅർ. ജനങ്ങളുടെ ആക്ഷേപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. വലൗ കുൻതു ഫീ ഗാരിൻ, ഞാനൊരു ഗുഹയിൽ കയറിയിരുന്നാലും, അലാ ജബലിൻ വഅരി, ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ പോയിരുന്നാലും. കാരണം മലയിൽ തന്നെ കയറാൻ പറ്റൂല, അങ്ങനത്തെ മലയാണ്, അതിന്റെ മുകളിൽ പിന്നെ ഒരു ഗുഹന്റെ ഉള്ളിലുമാണ്. എന്നാലും ആൾക്കാർ ആക്ഷേപം നിൽക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്തിയാലും ആൾക്കാർ വേറെ പുതിയൊരു വിഷയം കൊണ്ടുവരും, നമ്മോട്
നമ്മെ എതിർക്കാൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടി. വമൻ ദല്ലദി യൻജു മിനൻ നാസി സാലിമൻ ലൗ ഗാബ അൻഹും ബൈന ഖാഫിയതൈ നസ്രി. ആർക്കാണ് ജനങ്ങളുടെ നാവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? അവനൊരു പരുന്തിന്റെ ചിറകുകൾക്കുള്ളിൽ ഒളിച്ചാലും. പരുന്തിങ്ങനെ ചിറക് പൂട്ടിവെക്കുമ്പോ അതിൽ അപ്രത്യക്ഷമാകുന്ന ചെറിയ അതിന്റെ തൂവലിനാണ് ഖാഫിയത്ത് എന്ന് പറയാം, അതിന്റെ കാലുമലക്കുള്ള തൂവൽ. അതിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാലും ജനങ്ങളുടെ നാവിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ആൾക്കാരുടെ ആക്ഷേപം അത് പേടിച്ചിട്ട് സുന്നത്ത് നമ്മൾ ഒഴിവാക്കാൻ തുടങ്ങിയാൽ നമുക്ക് രണ്ട് നഷ്ടമാണ്, രണ്ട് വലിയ നഷ്ടങ്ങൾ. ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല, ആക്ഷേപം തുടരുക തന്നെ ചെയ്യും, പുതിയ പുതിയ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തേത്, കൂടുതൽ ഗൗരവമുള്ള പ്രശ്നം എന്താണ്? വക്കലഹുല്ലാഹു ലന്നാസ്, അള്ളാഹു നമ്മുടെ സംരക്ഷണം ജനങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ഫഹസ്ബി അന്നനി മുഅ്തഖിദുൻ അന്ന ദാലിക ഹുവ ത്വരീഖുൽ അഖ്വം. ഇതാണ് ശരിയായ മാർഗം, അള്ളാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം ഇതാണ് എന്ന കാര്യം എനിക്ക് മതി, അതിലാണ് ഞാൻ തൃപ്തിപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖ് ഈ മാർഗത്തിൽ തന്നെ ഞാൻ തുടരും. അതായത് ഹദീസ് മാത്രമായിരിക്കും ഈ കിതാബിൽ അവലംബം എന്നാണ് പറയുന്നത്. ഇനി ഈ ഹദീസ് പോരാ, ഹദീസൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല, ഇമാമിയങ്ങളുടെ ഖൗലാണ് പിന്തുടരേണ്ടത് എന്ന് പറയുന്ന മദ്ഹബി പക്ഷപാതികൾക്കുള്ള മറുപടിയാണ് ഷേഖ് പറയുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലെ. ഇമാം ഷാഫി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഇത്ര ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹുക്മ പറയാ? ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം ഹിഫ്ലാക്കിയ ഹദീസിന്റെ 100-1 പോലും നിങ്ങൾക്കറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഹദീസ് പിന്തുടരുന്നതിൽ നിന്ന് ആളുകളെ പഴിപ്പിക്കുന്ന ബിദ്അത്തിന്റെ വലാലത്തിന്റെ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അയിമ്മത്തിന്റെ ഇമാമിയങ്ങളുടെ മാർഗം എന്താണ്? ഹദീസ് പിന്തുടരുക എന്നുള്ളതാണ്. ഓരോ മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്കത് പരിചയമുണ്ടാകും. പക്ഷെ ഷെയ്ഖ് ഈ കിതാബ് എഴുതുന്ന കാലത്തൊക്കെ ലോകം മുഴുവനും മദ്ഹബി തഖ്ലീദിന്റെ പിടിയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം ഉണർത്തുകയാണ്. ഷെയ്ഖ് പറയാണ്, ഓരോ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ഖൗലുകൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ലഅല്ല ഫീഹ ഇവതൻ വദിക്ര ലിമൻ യുഖല്ലിദുഹും, മുഖല്ലിദീങ്ങൾക്ക് ഒരു ഉണർത്ത് ആയിട്ട് അവർക്കൊരു പക്ഷേ വെളിച്ചം കിട്ടിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ഖൗലുകൾ കൊടുക്കുകയാണ്. അപ്പൊ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ ആള് അബു ഹനീഫ റഹിമഹുല്ലാഹു തആലയാണ്. അദ്ദേഹമാണ് ആദ്യത്തെ ഇമാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഷെയ്ഖ് കൊടുക്കുകയാണ്. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. അബു ഹനീഫ പറഞ്ഞ വാക്കാണ്. ഹദീസ് സ്വഹീഹായാൽ അതാണ് എന്റെ മദ്ഹബ്. നമുക്കറിയാം ആദ്യകാലത്ത് ഹദീസുകൾ ക്രോഡീകരിച്ചത് വളരെ കുറവായിരുന്നു. ഇമാം അബു ഹനീഫയൊക്കെ ജീവിച്ചിരുന്നത് 2-ാം നൂറ്റാണ്ടിലാണ്. ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ഹദീസ് ഗ്രന്ഥങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നുമില്ല, അതിനൊക്കെ മുമ്പാണ്. അപ്പൊ സ്വാഭാവികമായും കുറെ ഹദീസുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇനി ആർക്കെങ്കിലും സ്വഹീഹായ ഒരു ഹദീസ് എന്റെ ഖൗലുകൾക്കെതിരായി കിട്ടിയാൽ ഫഹുവ മദ്ഹബി, ആ ഹദീസ് എടുത്തോളണം എന്നല്ല, അതാണ് എന്റെ മദ്ഹബ് എന്നാണ് അബു ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ലാ യഹില്ലു ലിഅഹദിൻ അൻ യഅഖുദ ബിഖൗലിനാ മാ ലം യഅലം മിൻ ഐന അഖദ്നാ. എന്ന് മാത്രമല്ല, എന്റെ ഖൗൽ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഹദീസിന് യോജിച്ച ഖൗലാണ്, എന്നാലും അവനത് എടുക്കരുത്. മാ ലം യഅലം മിൻ ഐന അഖദ്നാ, ഞങ്ങൾ എവിടെ നിന്ന് എടുത്തു, ഞാൻ തെളിവാക്കിയ ഹദീസ് ഏതാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കാതെ ആ ഖൗല് എടുക്കരുത്, സ്വീകരിക്കരുത്. ഇങ്ങനെ നിരവധി വാക്കുകൾ അദ്ദേഹത്തിൻ്റെതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അടുത്ത ശിഷ്യനായ ഖാലി അബു യൂസുഫ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് അബു ഹനീഫ പറഞ്ഞു, വൈഹക യാ യാഖൂബ്, യാഖൂബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യാഖൂബ്, നിനക്ക് നാശം, ലാ തക്തുബ് കുല്ലമാ തസ്മഉ മിന്നി, ഞാൻ പറയുന്നത് മുഴുവൻ നീ എഴുതി വെക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഖദ് അറ റഅയ അൽയൗം വഅത്റുഖുഹു ഗദൻ, ഞാൻ ചിലപ്പോൾ ഇന്നൊരു അഭിപ്രായം പറയും, നാളെ ഞാനത് മാറ്റാൻ സാധ്യതയുണ്ട്. വഅറ റഅയ ഗദൻ വഅത്റുഖുഹു ബഅദ ഗദ്, നാളെ ഞാനൊരു അഭിപ്രായം പറയും, അത് ചിലപ്പോൾ മറ്റന്നാളെ ഞാൻ തിരുത്തും. വെറുതെ തോന്നിയതിനനുസരിച്ച് തിരുത്തും നല്ലതിന്റെ അർത്ഥം എന്താണ്? ഹദീസ് പുതിയത് കിട്ടുമ്പോൾ, ഇതുവരെ അറിയാത്തൊരു ഹദീസ് കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന തെളിവുകളാണ് പഠിക്കേണ്ടത്, എന്റെ വാക്കുകൾ നീ എഴുതി വെക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ ഇമാം മാലിക് റഹിമഹുല്ലാ, 2ാമത്തെ ഇമാമാണ്, ഇമാം ദാരിൽ ഹിജ്റ, മദീനയിലെ മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹു തആല. അദ്ദേഹം പറയുന്നതായി കാണാം, ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ വഉസീബ്, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് തെറ്റുപറ്റും, ചിലപ്പോ എന്റെ അഭിപ്രായങ്ങൾ ശരിയുമാകും, ശരിയും തെറ്റുമുണ്ടാകും. ഫൻദുറൂ ഫി റഅയി, അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്കുകൾ പരിശോധിക്കുക. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസുന്നത ഫഖുദൂഹു, ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചതൊക്കെ നിങ്ങൾ സ്വീകരിക്കുക. വകുല്ലു മാ ലം യുവാഫിഖൽ കിതാബ വസുന്നത ഫത്റുകൂഹു, കിതാബിനോടും സുന്നത്തിനോടും യോജിക്കാത്തത് നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക. ഇമാം മാലിക്കിന്റെ മനോഹരമായ മറ്റൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ലൈസ അഹദുൻ ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരാളുമില്ല ഇല്ലാ വയുഖദു മിൻ ഖൗലിഹി വയുത്രക്, അയാളുടെ വാക്കിൽ തള്ളാനും കൊള്ളാനും ഉള്ളതുണ്ടാകും, അങ്ങനെ അല്ലാതെ ഒരു മനുഷ്യനും പിന്നെ ഇല്ല. അപ്പൊ എത്ര വലിയ ആലിമായാലും
എത്ര വലിയ തഖ്വയുള്ള ആളായാലും അദ്ദേഹത്തിന്റെ വാക്കിൽ തെറ്റും ശരിയുമുണ്ടാകും. അങ്ങനെയല്ലാത്ത ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇനി വരാനില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയുണ്ടായി. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹമാണ് മൂന്നാമത്തെ ഇമാം. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിന്റെ വാക്കുകളും ധാരാളക്കണക്കിനുണ്ട്. അദ്ദേഹമാണ് കൂടുതൽ ഇത്തിബാഇനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എടുക്കേണ്ടത് എന്ന് കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ള ആളാണ് ഇമാമാണ് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, മാ മിൻ അഹദിൻ ഇല്ലാ വതദ്ഹബു അലൈഹി സുന്നത്തുൻ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅസുബു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ അതിനെക്കുറിച്ച് അറിവില്ലാത്തതായിട്ട് ആരുമില്ല. ചില ഹദീസുകളൊക്കെ അറിയാത്തതായിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. ഫമഹ്മാ ഖുൽതു മിൻ ഖൗലിൻ, അതുകൊണ്ട് ഞാൻ എന്ത് ഖൗൽ പറഞ്ഞാലും, ഔ അസ്സൽതു മിൻ അസ്ലിൻ, എന്തൊക്കെ അസ്ലുകൾ ഞാൻ പറഞ്ഞാലും, ഫിഖ്ഹിന്റെ കാര്യത്തിൽ എന്തൊക്കെ ഖായിദകൾ ഞാൻ പറഞ്ഞാലും, ഫീഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിലാഫു മാ ഖുൽത്, ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എതിനായിട്ട് ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ ഫൽ ഖൗലു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കാര്യം, അതാണ് സ്വീകരിക്കേണ്ടത്. വഹുവ ഖൗലി, അതാണ് എന്റെയും ഖൗല് എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത്. അതുപോലെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രശസ്തമായ മറ്റൊരു വാക്ക്, അജ്മഅ അൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഇജ്മാ ആയിരിക്കുന്നു. എന്ത് കാര്യത്തിലാണ്? അലാ അന്ന മൻ ഇസ്തബാന ലഹു സുന്നത്തുൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്കാണോ ഒരു സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായി വന്നത്, ലം യഹില്ല ലഹു യദഅഹ ലിഖൗലി അഹദ്, മറ്റാരുടെ വാക്കിനും വേണ്ടി ആ ഹദീസ് ഒഴിവാക്കുക എന്നുള്ളത് അവൻ അനുവദനീയമല്ല. ഈ വാക്കിനെതിരായിട്ട് ഇമാമ് പറഞ്ഞിട്ടുണ്ട്, മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ 4 മദ്ഹബും ഏകോപിച്ചിട്ടുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും, എത്ര തന്നെ ഉലമാക്കൾ പറഞ്ഞാലും ഹദീസ് ഒഴിവാക്കുക എന്നുള്ളത് അനുവദനീയമല്ല. മറ്റൊരു ഖൗല് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത്, അബു ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ തന്നെ, ഇദാ സഹ്ഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സ്ഥിരപ്പെട്ടാൽ അത് തന്നെയാണ് എന്റെ മദ്ഹബ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ്. ഇമാം അഹ്മദ് ഇമാം ഷാഫിഈയുടെ പിൻഗാമിയാണ്. തന്റെ ശിഷ്യനായ ചെറുപ്പക്കാരനായ അഹ്മദ് ബിൻ ഹംബലിനോട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുകയുണ്ടായി, അൻതും അഅലമു ബിൽ ഹദീസ് വർ-റിജാലി മിന്നി, നിങ്ങളാണ് ഹദീസിനെ കുറിച്ചും ഹദീസിന്റെ റിപ്പോർട്ടർമാരെ കുറിച്ചൊക്കെ എന്നെക്കാളും അറിവുള്ളവർ. ഫൈദാ കാനൽ ഹദീസു സഹീഹ്, അതുകൊണ്ട് സഹീഹായ ഹദീസുകൾ കിട്ടിയാൽ ഫഅഅലിമൂനി ബിഹി, നിങ്ങൾ എന്നെ അറിയിക്കണം. അയ്യ ശൈഇൻ യകൂൻ, അത് ഏത് നാട്ടിൽ നിന്ന് വന്ന ഹദീസായിരുന്നെങ്കിലും. ഇപ്പൊ നമ്മൾ ബുഖാരിയിലുള്ള ഹദീസ്, മുസ്ലിമിലുള്ള ഹദീസ് എന്നൊക്കെ പറയുന്നത് പോലെ പഴയ കാലത്ത് പറയാ കൂഫക്കാരുടെ ഹദീസ്, മദീനക്കാരുടെ ഹദീസ് എന്നൊക്കെയാണ് മദീനയിൽ അറിയപ്പെട്ട ഹദീസ്. കാരണം എല്ലാ ഹദീസുകളും ക്രോഡീകരിച്ചത് പിന്നീടാണ്. അപ്പൊ ഓരോ നാട്ടിലുള്ള ഹദീസ് എന്ന് അറിയപ്പെടാം. ഇമാം ഷാഫിഈ പറയുകയാണ്, കൂഫിയൻ ഔ ബസറിയൻ ഔ ഷാമിയൻ, ഏത് നാട്ടിലായാലും ശരി, എവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ആയിരുന്നാലും ശരി, ഹത്ത അദ്ഹബ ഇലൈഹി ഇദാ കാന സഹീഹ, അത് സഹീഹാണെങ്കിൽ എന്റെ നിലപാട് മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ ഈ മനസ്സ് നമുക്കുണ്ടാകണം. ഈ അസറുകളൊക്കെ മഹാന്മാരുടെ കൗലുകളൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ഇതൊക്കെ കുറെ നമ്മൾ കേട്ടതാണല്ലോ. പക്ഷെ ഇത് കേട്ടിട്ടുണ്ടെങ്കിലോ നമ്മൾ ഇതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടോ? മദ്ഹബിന്റെ ആളുകൾ അവരുടെ ഇമാമിങ്ങൾ പറഞ്ഞ കൗലിനെതിരായിട്ട് ഹദീസ് വന്നാൽ അവർ തള്ളും. ഇമാമ് ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ശീലത്തിനെതിരായിട്ട് ഹദീസ് കണ്ടാൽ നമ്മളും തള്ളുന്നുണ്ട്. അല്ല, ഒരു ഹദീസ് കണ്ടാൽ അത് പോടുന്ന പുതിയൊരു ദീന് എന്ന് നമ്മൾ ചോദിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ മദ്ഹബി മുഖല്ലിദീങ്ങളെക്കാൾ വലിയ കഷ്ടത്തിലാണ്. കാരണം അവർ ഇമാമിങ്ങളെയാണ് തക്ലീദ് ചെയ്യുന്നത്. നമ്മൾ ആരെയാണ് തക്ലീദ് ചെയ്യുന്നത്? ജാഹിലായ നമ്മളെ തന്നെ. ഞാനിത് കേട്ടിട്ടില്ലല്ലോ ഇത്രയും കാലം, ഇങ്ങനൊരു രീതി, ഇങ്ങനെ ഒരു അമല് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സ്വഭാവം നമ്മൾ മാറ്റണം. ഒരു ഹദീസ് ഒരാൾ പറഞ്ഞു തന്നാൽ അതിന്റെ മുമ്പിൽ സമിഅനാ വ അതഅനാ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അമൽ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, തടസ്സം ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ശൈത്താൻ എന്തെങ്കിലും രീതിയിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു കുറ്റസമ്മതം നമ്മൾ നടത്തണം. അസ്തഗ്ഫിറുല്ലാഹ്, എനിക്കതിന് കഴിയില്ല. നമ്മൾ പ്രത്യേകിച്ച് വളരെ വിഷമമുള്ള കാര്യം, നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്വഭാവമാണ്, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നിഷേധിക്കും. ഇത് വലിയ വിഡ്ഢിത്താണ്. നേരെ കാഫിറാവുക ചെയ്യുന്നത്. ഇപ്പൊ താടി വെക്കുന്നതിനെ കുറിച്ചുള്ള ഹദീസ് പറഞ്ഞാൽ, ഒരു അറബിനോട് പറഞ്ഞാൽ അറബി പറയും എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക്, അല്ലെങ്കിൽ ഞാൻ ഹജ്ജൊക്കെ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് വെക്കും എന്നൊക്കെ പറയും. നമ്മളൊരു മലയാളിയോട് പറഞ്ഞാൽ നിന്റെ ഈ താടി കണ്ടിട്ട് ഒരാൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചാൽ നീയാണ് കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഹദീസ് കേട്ടാൽ അതെന്തായിരുന്നാലും, താടിയായിരുന്നാലും പിന്നെ മറ്റെന്ത് വിഷയമായിരുന്നാലും, നമുക്ക് എത്ര വിചിത്രമായി തോന്നിയാലും ആ ഹദീസ് സ്വഹീഹാണോ എന്ന് ചോദിക്കാം. അതിന്റെ അപ്പുറത്തൊരു ചോദ്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞ അസറുകളുടെ ഒക്കെ അർത്ഥം. ഈ ഇമാമിയങ്ങളാണ് പറയുന്നത് ഞാൻ എന്റെ അഭിപ്രായം മാറ്റാം, എന്നിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം മാറ്റാൻ പറ്റൂല. അവർ ജീവിതം മുഴുവൻ ഇൽമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഇമാം മാലിക്കിന്റെ മുവത്ത ഹിഫ്ളാക്ക്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ സുന്നത്ത് ഇത്തിബാ ചെയ്യാൻ, അവരുടെ ഖൗലുകൾ
അത് തഖ്ലീദ് ചെയ്യുകയല്ല വേണ്ടത്, ഹദീസാണ് പിന്തുടരേണ്ടത് എന്ന കാര്യം കൽപ്പിച്ചതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ അസറുകളാണ് നമ്മൾ വായിച്ചിരുന്നത്. ഇമാം അഹ്മദ് റഹിമഹുള്ളയാണ് നമുക്കറിയാം 4ാമത്തെ ഇമാം. അദ്ദേഹവും ഈ കാര്യത്തിൽ പ്രത്യേകം ഊന്നി പറഞ്ഞ നിരവധി അസറുകൾ കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അറിയപ്പെടുന്നത് തന്നെ ഇമാമു അഹ്ലി സുന്ന എന്നാണ്. ഇമാമുൽ ഹദീസ് വൽ അസർ, ഹദീസിന്റെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. യഥാർത്ഥത്തിൽ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്തിട്ട് ഹദീസ് തള്ളിക്കളയുന്ന ആളുകൾ അവർ ഇമാമിങ്ങൾക്കെതിരാവുകയാണ് ചെയ്യുന്നത്. ഈ ഇമാമിങ്ങളുടെ ഒക്കെ ജീവിതം ഹദീസ് പഠിക്കാൻ വേണ്ടിയായിരുന്നു അവർ ചെലവഴിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞു ഇമാം മാലിക്, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇമാം മാലിക്കിന്റെ മുവത്ത ഹിഫ്ലാക്കുകയും ഇമാം മാലിക്കിന്റെ അടുത്ത് പോയി അത് കേൾപ്പിക്കുകയും ചെയ്തതായിട്ട് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം ചെറുപ്പത്തിൽ. അപ്പൊ വളരെ ചെറിയ പ്രായം മുതൽ അവർ മരണം വരെ ഹദീസിൽ മുഴുകിയായിരുന്നു ജീവിച്ചിരുന്നത്. ഇമാം അഹ്മദിന്റെ ചില വാക്കുകൾ കാണാം. അദ്ദേഹം പറയുകയുണ്ടായി, എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം അഹ്മദ് അദ്ദേഹം ഫിഖ്ഹിന്റെ കിതാബുകൾ എഴുതുന്നതിനോട് തന്നെ എതിരായിരുന്നു. ഫിഖ്ഹിന്റെ അധ്യായങ്ങൾ തിരിച്ചിട്ട് ഇങ്ങനെ മസ്അലകളായിട്ടുള്ള കിതാബുകൾ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, മുൻഗാമികൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇമാം അഹ്മദ് ഹദീസിനോടുള്ള താല്പര്യം കൊണ്ട് ഇങ്ങനെ എഴുതിയാൽ ആൾക്കാർ പിന്നെ അത് തഖ്ലീദ് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പോലും ഒരു കിതാബ് എഴുതുന്നതിന് അദ്ദേഹം എതിരായിരുന്നു. നമുക്കറിയാം ഇമാം മാലിക്കിന് കിതാബുണ്ട്, മൊത്തമുണ്ട്. അബൂ ഹനീഫയുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം അൽ ഉമ്മ് എന്ന പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്, ഫിഖ്ഹിന്റെ കിതാബ്. പക്ഷേ ഇമാം അഹ്മദ് ഫിഖ്ഹിന്റെ ഒരു കിതാബ് എഴുതിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പല കിതാബുകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. മസായിലിന്റെ കിതാബ്, മസായിലുൽ ഇമാം അഹ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സ്വന്തമായി എഴുതിയിട്ടില്ല, അതിനെതിരായിരുന്നു ഇമാം അഹ്മദ്. അത്രമാത്രം അസറുകൾ റസൂലിന്റെയും സഹാബത്തിന്റെയും ഖൗലുകൾ മുറുകെ പിടിക്കണം എന്ന അഭിപ്രായമുള്ള ആളായിരുന്നു ഇമാം അഹ്മദ്. അദ്ദേഹം പറഞ്ഞു, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലിക്കൻ വല ശാഫിഈ വല ഔസാഇ വല സൗരി, ഈ പറഞ്ഞ മഹാന്മാരെ ആരെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. വഖുദ് മിൻ ഹൈസു അഖദു, അവരെവിടെ നിന്നെടുത്തോ അവിടെ പോയി നിങ്ങളും എടുക്കുക, അഥവാ ഹദീസ് നിങ്ങളും പഠിക്കുക എന്നായിരുന്നു ഇമാം അഹ്മദ് പറയാറുള്ളത്. ഇമാം അഹ്മദ് തന്നെ പറഞ്ഞു, ലാ തുഖല്ലിദ് ദീനക അഹദൻ മിൻ ഹൗലാ, ഈ കൂട്ടരിൽ ആരെയും നിന്റെ ദീൻ നീ ഏൽപ്പിച്ചു കൊടുക്കരുത്, അയാൾ പറഞ്ഞത് അനുസരിച്ച് അമൽ ചെയ്യുക എന്ന അവസ്ഥ ഉണ്ടാകരുത്. മാ ജാഅ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി ഫഖുദ് ബിഹി, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്ത് അവരെന്താണോ ചെയ്തത് ഫഖുദ് ബിഹി, അത് നീ പിന്തുടരുക. സുമ്മ താബിഈൻ, പിന്നീട് താബിഈങ്ങൾ, സുമ്മ താബിഈന ബഅദുർ റജുൽ ഫീഹി മുഖയ്യർ, താബിഈങ്ങൾ മുതൽ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അവരുടെ ഖൗലുകൾ നമുക്ക് ശരിയും തെറ്റൊക്കെ നോക്കാം, ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ഖൗലുകളാണ് ദീനുൽ ഹുജ്ജത്ത് എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇമാമിങ്ങളുടെ ഒക്കെ ഏകോപിച്ച അഭിപ്രായമാണ് ഹദീസ് പിന്തുടരൽ നിർബന്ധമാണ് എന്നുള്ള കാര്യം. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും ആര് പറഞ്ഞു തന്നാലും, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കാൾ അറിവ് കുറഞ്ഞ ആളാണ് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞു തരുന്ന ആളുടെ ശൈലി കുറച്ച് മോശമായി പോയി, എന്നാലും നമ്മളത് സ്വീകരിക്കൽ നിർബന്ധമാണ്. കാരണം നമ്മൾ സ്വീകരിക്കുന്ന അവന്റെ അഭിപ്രായമല്ല, നമ്മൾ അവൻ പറഞ്ഞു തന്ന ഹദീസാണ് സ്വീകരിക്കുന്നത്. മുൻഗാമികളായ ആളുകൾ ചിലപ്പോൾ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് അത് സ്വീകരിക്കാതിരുന്നാൽ, എന്തെങ്കിലും ന്യായം പറഞ്ഞാൽ കർശനമായി ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് താക്കീത് ചെയ്യാറുണ്ടായിരുന്നു, ചിലപ്പോൾ ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കേണ്ടത് ഇതിനൊക്കെയാണ്. നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കും, പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് തൊട്ട് കളിച്ചാലായിരുന്നു, സുന്നത്തിനെ എതിർത്താലൊക്കെയായിരുന്നു മുൻഗാമികൾ കോപിക്കാറുള്ളത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ മകനായ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ജാലിസുൻ മഅ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയിൽ ഉപ്പയുടെ കൂടെ ഇരിക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരിക്കുകയാണ്. ഇദ് ജാഅഹു റജുലുൻ മിൻ അഹ്ലി ശാം ഫസഅലഹു അൻ തമത്തുഇ ബിൽ ഉംറതി ഇലൽ ഹജ്ജ്, ഹജ്ജും ഉംറയും ഒന്നിച്ച് തമത്തു ആയിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചു. തമത്തു എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസത്തിൽ നമ്മൾ മക്കയിൽ പോയിട്ട് നമുക്ക് അറിയായിരിക്കും, ഹജ്ജ് ചെയ്ത ആൾക്കാർക്ക് ആദ്യം ഉംറ ചെയ്യും, പിന്നെ അതിൽ നിന്ന് തഹല്ലുലാകും, ഉംറ ചെയ്ത് ഇഹ്റാം അവസാനിപ്പിക്കും, എന്നിട്ട് നമുക്ക് ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങളൊക്കെ ഹലാലായി, ഇഹ്റാമിന്റെ വസ്ത്രം ഒഴിവാക്കി, അങ്ങനെ തഹല്ലുലായി. എന്നിട്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് ദിവസം കഴിച്ചു കൂട്ടിയിട്ട് ഹജ്ജിന്റെ ദിവസമാകുമ്പോൾ ഹജ്ജ് ചെയ്യാം. അപ്പൊ ഹജ്ജ് ഉംറ ഒറ്റ യാത്രയിൽ തന്നെ ചെയ്യാന്നുള്ളതാണ് തമത്തു എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് തഹല്ലുലായി കുറച്ച് ദിവസം ഇഹ്റാം ഇല്ലാതെ കഴിഞ്ഞുകൂടാനുള്ള അവസരമുണ്ട്. ഇതാണ് തമത്തു. അപ്പൊ ഇങ്ങനെ തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരാൾ വന്ന് ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് വന്ന് ചോദിച്ചു. അപ്പോൾ അപരിചിതനായ ഒരാളാണ്, ഇൽമ ചോദിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അടുക്കൽ വന്നതാണ്. ഫഖാല ഇബ്നു ഉമർ ഹസനുൻ ജമീൽ, ഇബ്നു ഉമർ പറഞ്ഞു നല്ല കാര്യമാണ്. കാരണം പണ്ഡിതന്മാർക്കിടയിൽ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, സ്വഹാബത്തിന്റെയും അതിനുശേഷമുള്ള പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം തമത്തു ആണ് ഏറ്റവും അഫ്ദലായ രീതി. ഹജ്ജിന്റെ 3 രീതികളുണ്ട്, അതിൽ ഏറ്റവും അഫ്ദലായത് തമത്തു ആണ് എന്നാണ്
പിന്നെ ശരിയായ അഭിപ്രായം. അപ്പോ ഇത് കേട്ടപ്പോ ഇയാൾ പറഞ്ഞു, ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞു, ഫഇന്ന അബാക കാന യൻഹ അൻ ദാലിക്, താങ്കളുടെ ഉപ്പ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇത് തടയാറുണ്ടായിരുന്നല്ലോ, തമത്തു ചെയ്യരുത് എന്ന് പറയാറുണ്ടായിരുന്നല്ലോ. ഉംറയും ഹജ്ജും കൂടി ഒരു യാത്രയിൽ ചെയ്യുന്ന തമത്തു വിലക്കാറുണ്ടല്ലോ. ഫഖാല, അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞത് എന്താണ്? സ്വന്തം ഉപ്പയാണ്, സഹാബിയാണ്, ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട ആളാണ്, ഇൽമു പഠിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്ന അപരിചിതനായ ഒരു ആളാണ് ചോദ്യം ചോദിക്കുന്നത്. എന്താണ് പറഞ്ഞത്? വൈലക്, നിനക്ക് നാശം. ഫഇൻ കാന അബി ഖദ് നഹ അൻ ദാലിക്, എന്റെ ഉപ്പ വിലക്കിയാൽ എന്ത് സംഭവിക്കാനാണ്? വഖദ് ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിഹി, അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തമത്തു ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫബിഖൗലി അബി തഅഖുദു അം ബിഅംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉപ്പാന്റെ കൗലാണോ നീ സ്വീകരിക്കുന്നത്, അതല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കൗലാണോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖാല, അപ്പൊ ഈ താബിഈ പറഞ്ഞു, ബിഅംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇബ്നു ഉമർ പറഞ്ഞു, ഫഖാല ഫഖും അന്നി, എന്നിട്ട് പോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോ റസൂലിന്റെ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടില്ല, സുന്നത്തിനോട് യോജിച്ചത് തമത്തു ആണ് നല്ലത് എന്ന ഫത്വ കൊടുത്തിട്ട് ആ ഫത്വക്കെതിരായിട്ട്, ഫത്വ എന്ന് പറഞ്ഞാൽ ദലീലിന്റെ അടിസ്ഥാനത്തിലെ സഹാബത്ത് കൊടുക്കുകയുള്ളൂ. അപ്പൊ തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആളോട് കൊടുത്ത മറുപടിയാണ്. അപ്പൊ നമ്മളൊക്കെ എന്താണ് അവസ്ഥ? നമുക്ക് എന്തെങ്കിലും ഒരു ഹദീസ് നമ്മൾ അറിയാത്തത് കിട്ടിയാൽ നാട്ടിലെ പണ്ഡിതന്മാരൊന്നും ഇത് അറിയില്ല എന്നാണോ, അവരൊന്നും ഇത് കേട്ടിട്ടില്ല എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നത് എത്ര വലിയ അബദ്ധമാണ്. ഇതുപോലെ മറ്റൊരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. സഅദ് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മുൻഗാമി, അദ്ദേഹം ഒരു ഖാദിയായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹം ഒരു കേസിൽ വിധി പറഞ്ഞു, ഖാദിയാണ്. അപ്പൊ രണ്ടാൾക്കാർക്കിടയിൽ ഒരു തർക്കം അദ്ദേഹം പരിഹരിച്ചു. അദ്ദേഹം വിധി പറഞ്ഞത് ബിറഇ റബീഅത ഇബ്നു അബി അബ്ദുറഹ്മാൻ, റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഖൗല് വെച്ചിട്ടാണ് ഫത്വ കൊടുത്തത്, ഖളാ വിധി പറഞ്ഞത്. ഫഅഖ്ബർതുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖിലാഫി മാ ഖളാ ബിഹി. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബി ദിഅ്ബ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അപ്പൊ ഞാൻ ഈ വിധി കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു കൊടുത്തു, ഈ വിധിച്ചതിനെതിരായിട്ട് ഹദീസ് ഉണ്ട്, അത് പറഞ്ഞു കൊടുത്തു. ഫഖാല സഅദുൻ ലി റബീഅ, അപ്പൊ സഅദ് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഈ പണ്ഡിതൻ അദ്ദേഹം തന്റെ ഷെയ്ഖായ റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഹാദ ഇബ്നു അബി ദിഅ്ബ് വഹുവ ഇൻദി സിഖ, ഈ ഹദീസ് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇവിടെ ഒരാൾ, വഹുവ ഇൻദി സിഖ, ഇബ്നു അബി ദിഅ്ബ് എന്ന് പറഞ്ഞ ഈ വ്യക്തി സിഖത്താണ്, അദ്ദേഹം സത്യസന്ധനാണ്, ഹദീസ് പറഞ്ഞാൽ അത് സഹീഹായിരിക്കും. യുഹദ്ദിസു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖിലാഫി മാ ഖളൈതു ബിഹി, ഞാൻ വിധിച്ചതിനെതിരായിട്ടാണ് അദ്ദേഹം പറയുന്നത്, താങ്കളുടെ അഭിപ്രായം വെച്ചിട്ടാണ് ഞാൻ വിധിച്ചിരിക്കുന്നത്, അതിനെതിരായിട്ട് ഹദീസ് ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. ഫഖാല ലഹു റബീഅ, അപ്പൊ റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം എന്ത് പറഞ്ഞു? ഖദ് ഇജ്തഹദ്ത വമദാ ഹുക്മുക, നീ ഇജ്തിഹാദ് ചെയ്തു, നിനക്ക് ഹദീസ് അറിയില്ലായിരുന്നു, അപ്പൊ ഉള്ള അറിവ് വെച്ച് ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം നടത്തി താങ്കൾ ഒരു വിധി പറഞ്ഞു. വമദാ ഹുക്മുക, ആ കേസ് തീർന്നു പോയി, ആ വിധി പറഞ്ഞ് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു, അതുകൊണ്ട് ഇനി അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. ഫഖാല സഅദ്, അപ്പൊ സഅദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വാ അജബ, എന്തൊരു അത്ഭുതം, ഉൻഫിദു ഖളാഅ സഅദ് വലാ ഉൻഫിദു ഖളാഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദിന്റെ വിധി ഞാൻ നടപ്പിലാക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ വിധി റദ്ദാക്കുകയും ചെയ്യുകയാണോ? ബൽ അറുദ്ദു ഖളാഅ സഅദ് ഇബ്നു ഉമ്മി സഅദ്, സഅദിന്റെ വിധി ഞാനിതാ റദ്ദാക്കുകയാണ്. വ ഉൻഫിദു ഖളാഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖളാഅ വിധി ഞാൻ നടപ്പിലാക്കുകയാണ്. എന്നിട്ട് ഫദഅ സഅദുൻ ബികിതാബിൽ ഖളിയ്യ, ആ കേസ് വിധി പറഞ്ഞ രേഖ കടലാസുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഫശഖ്ഖഹു, എന്നിട്ട് അത് കീറി വലിച്ചെറിഞ്ഞു. വഖളാ ലിൽ മഖ്ലിയ്യ അലൈഹി, എന്നിട്ട് പ്രതിക്ക് അനുകൂലമായി വിധി പറഞ്ഞു. ആ കേസിൽ ആർക്കെതിരായിട്ടാണോ വിധിച്ചത് അയാൾക്ക് അനുകൂലമായി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഅദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് വിധി പറയുകയും ചെയ്തു. അപ്പൊ മുൻഗാമികൾ എത്ര ഗൗരവത്തോടെയായിരുന്നു ഈ വിഷയം കണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരായി ഒരു വാക്ക് പറയുക, ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവത്തോടെയായിരുന്നു അവർ കണ്ടിരുന്നത്. അത്രത്തോളം എന്ന് വെച്ചാൽ മുൻഗാമികളായ ചില പണ്ഡിതന്മാര്, ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, നാല് മദ്ഹബിലും ഉള്ള ഇമാമിയങ്ങൾ ഹദീസിനെതിരായിട്ട് കൊടുത്ത ഫത്വകളുടെ ഒരു സമാഹാരം, അങ്ങനെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഇമാം ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ലാഹ്. എന്നിട്ട് അദ്ദേഹം ആ കിതാബിൽ പറയുന്നുണ്ട്, ഇന്ന നിസ്ബത ഹാദിഹിൽ മസാഇൽ ഇലൽ അഇമ്മത്തിൽ മുജ്തഹിദീൻ, മുജ്തഹിദീങ്ങളായ ഇമാമുമാരിലേക്ക് ഈ അഖ്വാൽ, ഈ ഫത്വകൾ, ഈ അഭിപ്രായങ്ങൾ ചേർത്തി പറയുന്നത് തന്നെ ഹറാമാണ്. ഉദാഹരണത്തിന് ഹനഫി മദ്ഹബില് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഖൗല്. അപ്പോ ഹനഫി മദ്ഹബില് അബൂ ഹനീഫയുടെ ഖൗല് സ്വലാത്തുൽ ഇസ്തിസ്ഖാ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഹറാമാണ് എന്നാണ്
ഇബ്നു ദഖീഖ് അൽ ഈദ് പറയുന്നത്. അതെന്താണ്? അബൂ ഹനീഫ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഇബ്നു ദഖീഖ് അൽ ഈദ് പറയുന്നു, വഇന്നഹു യജിബു അലൽ ഫുഖഹാഇൽ മുഖല്ലിദീന ലഹും മഅരിഫത്തുഹാ. അതുകൊണ്ട് ഈ മദ്ഹബുകൾ പിന്തുടരുന്ന ഫുഖഹാക്കൾ ഇത് മനസ്സിലാക്കണം. ഹദീസിനെതിരായിട്ട് അവരവരുടെ ഇമാമിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ മനസ്സിലാക്കണം. കാരണം എന്താണ്? ലിഅല്ലാ യഅസൂഹ ഇലൈഹിം, ഈ അഭിപ്രായങ്ങൾ ആ ഇമാമിന്റെ പേരിലേക്ക് അവർ ചാർത്തി കൊടുക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഇമാമിന്റെ പേരിൽ ചേർത്തി പറഞ്ഞാൽ എന്താണ്? ഫയക്ദിബു അലൈഹിം, കളവാണ് അവർ പറയുന്നത്. എന്താണ് കാരണം? കാരണം എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇദാ സഹൽ ഹദീസ് വഹുവ മദ്ഹബി, ഹദീസ് സഹീഹായാൽ അതാണ് എന്റെ മദ്ഹബ്. അതവർ പറഞ്ഞതോടുകൂടി എന്തായി? അവരുടെ തെറ്റായ അഭിപ്രായങ്ങളൊക്കെ ബാത്തിലായി. ആ അഭിപ്രായങ്ങൾ പഠിപ്പിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അമൽ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, ചിലരെന്ത് ചെയ്യും? നമുക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ അഭിപ്രായം പറയാൻ ഒരു മടിയുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഫത്വ ചോദിച്ചാൽ, ഇപ്പൊ കുനൂത്തിനെ പറ്റി ചോദ്യം വന്നു, അപ്പോ കുനൂത്ത് സുന്നത്തിലുണ്ട് എന്നങ്ങോട്ട് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല, അള്ളാഹിനെ പേടി ഉണ്ടാവും. അപ്പൊ അവരെന്ത് പറയും? ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിന്റെ മദ്ഹബില് അങ്ങനെ ഉണ്ട്, അതും കളവാണ് എന്നാണ് ഇബ്നു ദഖീഖ് അൽ ഈദ് എന്ന് പറയുന്ന ഷാഫി പണ്ഡിതൻ തന്നെ ഇവിടെ പറയുന്നത്. അപ്പൊ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഖൗൽ എന്ന് പറഞ്ഞിട്ട് പോലും സുന്നത്തിനെതിരാണ് എന്ന് വ്യക്തമായ കാര്യം നമുക്കറിയില്ലെങ്കിൽ അത് വേറെ വിഷയം. സുന്നത്തിനെതിരാണ് എന്നൊരു മസ്അല മനസ്സിലായി കഴിഞ്ഞാൽ അത് ആ ഇമാമിലേക്ക് ചേർത്തി പറയുന്നത് പോലും ഹറാമാണ് എന്നാണ് ഇമാം ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇതാണ് നേരത്തെ കണ്ട അസറുകളിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്. ഒരു ഇമാമിന്റെ പേരിലും ഹദീസിനെതിരായ ഒരു ഖൗല് പറയാൻ പാടില്ല. അവരെല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത് ഹദീസിനെ ഇത്തിബാ ചെയ്യാൻ വേണ്ടിയാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഈ ആസാറുകളൊക്കെ കൊടുത്തിട്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ഈ ആയത്ത് കൊടുത്തിട്ടാണ്. അല്ലാഹു തആല പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, നിന്റെ റബ്ബാണ് സത്യം, അവർ മുഅ്മിനീങ്ങളാവുകയില്ല, നമ്മുടെ ഈമാൻ സഹീഹാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലാണ് നമ്മുടെ ഹാക്കിം. നമുക്കിടയിൽ ഒരു തർക്കമുണ്ടായാൽ, ഇബാദത്തിന്റെ കാര്യമാകട്ടെ, മറ്റെന്തെങ്കിലും ഇടപാടുകളുടെ കാര്യത്തിലാവട്ടെ, വിവാഹവും തൊലാഖുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ, എന്ത് വിഷയത്തിലാകട്ടെ, ഒരു അടിപിടിയാകട്ടെ, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ വിധി പറയാനുള്ള അവകാശം അള്ളാഹുവിനും അവന്റെ റസൂലിനും മാത്രം എന്ന് വിശ്വസിച്ച് അത് പ്രകാരം പ്രവർത്തിക്കുന്നത് വരെ ലാ യുഅ്മിനൂൻ, മുഅ്മിനാവുകയില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ നേരെ കോടതിയിലേക്കാണ്. ഈ കോടതി ആരാണ്? അവിടെ പോയിട്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, നമ്മുടെയും നമ്മുടെ എതിരുള്ള മറ്റുള്ള വ്യക്തിയുടെയും ആയുസ് ഒരുപാട് കാലങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ ഹറാമാണ്. അത്യാവശ്യത്തിന് ദറൂറത്തിന് വേണ്ടി മാത്രമേ അനിസ്ലാമികമായ കോടതികളിൽ പോകാൻ പാടുള്ളൂ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുള്ള കാര്യത്തിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ അവർ മുഅ്മിനാവുകയില്ല. അല്ലെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് റസൂലിനെ പറഞ്ഞേക്കേണ്ട കാര്യം എന്താണ്? റസൂൽ ശരീഅത്ത് നമ്മെ പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിഷയം അത് റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് അല്ലാതെ വിധി തീർപ്പാക്കാൻ പാടില്ല. ثم لا يجدوا في انفسهم حرجا مما قضيت, ആ വിധി സ്വീകരിച്ചാൽ മാത്രം പോരാ, അതിനോടൊരു മുറുമുറുപ്പുണ്ടാകാൻ പാടില്ല. ഞാനാണ് സമ്മതിച്ചു കൊടുത്തതാണ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയാണെങ്കിൽ സമിഅ്നാ വഅതഅനാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. നമുക്കെതിരാണ് വിധി വന്നത്, അല്ലെ? നമ്മൾ തമ്മിൽ തർക്കമുണ്ടായാൽ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ്? ഖുർആനും സുന്നത്തും പഠിച്ച ഇൽമുള്ള ഒരാളുടെ അടുത്തേക്ക് പോയിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, രണ്ടാളും മുസ്ലിമീങ്ങളാണ്, നിങ്ങൾ തീർത്തു തരണം എന്ന് പറയുക. അതുപോലെ നമ്മുടെ ഇബാദത്തിൽ പള്ളിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇമാം എന്തോ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ മഅ്മൂമായ ഒരു മനുഷ്യൻ ഒരു സുന്നത്ത് ചെയ്തു, ആർക്കും പരിചയമില്ല, അപ്പൊ ഇവനെ ഇനി പള്ളിയിൽ കയറ്റണോ വേണ്ടെന്നൊക്കെ ചർച്ച ഉണ്ടാവും. അപ്പോ ഇൽമുള്ള ഒരാളടുത്ത് പോയിട്ട് ചോദിക്കുക, ഈ ചെയ്തത് ശരിയാണോ അല്ലേ? ശരിയാണ് എന്ന് പറഞ്ഞാൽ ഏതായാലും പറഞ്ഞു, ഞാൻ ഇപ്പൊ തൽക്കാലം വിട്ടു, അടുത്ത പ്രാവശ്യം നോക്കാം എന്നല്ല പറയേണ്ടത്. ثم لا يجدوا في انفسهم حرجا, മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് വിഷമം പ്രകടിപ്പിക്കുക. ഇത് ചെയ്യാത്തിടത്തോളം കാലം ലാ യുഅ്മിനൂൻ, ഈമാൻ ശരിയാവുകയില്ല. അല്ലെ? സ്വഹാബത്ത് മുനാഫിക്കുകളാണോ എന്ന് പേടിച്ചിരുന്നു. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ മുനാഫിക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ഈ നമസ്കരിക്കുന്നതിനിടയിലൊക്കെ മുനാഫിക്കുകൾ ഉണ്ടാകും. അപ്പൊ ഈ മുനാഫിക്കാണോ അല്ലേ എന്നൊക്കെ അറിയാനുള്ള ഒരു മാർഗ്ഗമാണ്. മുഅ്മിൻ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ? മനുഷ്യന്മാർ മൂന്നേ വിഭാഗമുള്ളൂ: മുഅ്മിൻ, കാഫിർ, മുനാഫിക്ക്. നമ്മളെന്തായാലും കാഫിർ അല്ല, ലാഹിറായിട്ട് കാഫിര്യങ്ങളല്ല. അപ്പൊ മുനാഫിക്കാണോ മുഅ്മിനാണോ എന്ന് അറിയാനുള്ള മാർഗ്ഗമാണിത്. തഹാക്കും, വിധി തേടി പോകുന്നത് എങ്ങോട്ടാണ്? അള്ളാഹുവിന്റെ കിതാബിലേക്കാണോ അതോ താഗൂത്തിന്റെ അടുത്തേക്കാണോ? ഇത് മുഅ്മിനെയും മുനാഫിക്കിനെയും വേർതിരിക്കുന്ന സ്വഭാവമാണ്. മദീനയിലുള്ള മുനാഫിക്കുകൾ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ എന്ത് ചെയ്യും? അവർക്ക് അനുകൂലമായി വിധി കിട്ടാൻ വേണ്ടി യഹൂദികളുടെ അടുത്ത് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയാൽ എനിക്കെതിരായിട്ടാണ് വിധി വരിക എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നേരെ കഅബ് ബിൻ അഷ്റഫ് അങ്ങനെയുള്ള യഹൂദി പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകും. അവരെ കുറിച്ച് നിരവധി ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് മാപ്പ് പറയാൻ അള്ളാഹു അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇതാണ് ഈ വിഷയത്തിന്റെ അവസ്ഥ, ഇതിന്റെ ഗൗരവം.
ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അതിനോട് അവർ പൂർണ്ണമായും കീഴൊതുങ്ങണം, സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ ഒരു സുന്നത്ത് പഠിപ്പിച്ചു തന്നല്ലോ. നേരത്തെ പറഞ്ഞ പോലെ സഹവിന്റെ സുജൂദ്, അങ്ങനെ ഒരു കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് അത് പഠിപ്പിച്ചു തന്നല്ലോ എന്നുള്ള സന്തോഷമാണ് നമുക്ക് തോന്നേണ്ടത്. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം, ഹറാമായ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ പള്ളിയിൽ കച്ചവടം പാടില്ല, പള്ളിയിൽ വെച്ച് കച്ചവടം പാടില്ല, ഹറാമാണ്. അപ്പൊ പള്ളിയിൽ വെച്ച് എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്, ആ പേന ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി നല്ലൊരു പേനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളറുണ്ട്, അത് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിയാൽ അതുപോലും ഹറാമാണ്. കാരണം കച്ചവടം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കൽ മാത്രമല്ല, ഒരു വസ്തു കൊടുത്ത് പകരം വേറെ എന്തെങ്കിലും വാങ്ങലാണ് കച്ചവടം. അത് വസ്തുക്കളായാലും പണമായാലും എന്തായാലും. അപ്പൊ അത് പാടില്ല, വ്യക്തമായ ഹദീസാണ്, ഒരാൾ പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ പള്ളിയിൽ എന്തെങ്കിലും വിൽക്കുന്നുണ്ട്, ചിലപ്പോൾ ഇസ്ലാമികമായ പുസ്തകങ്ങളോ മാസികകളോ വാരികളോ ഇതൊക്കെ വിൽക്കുന്നുണ്ടാവും ചില ആൾക്കാർ അറിയാതെ. അപ്പൊ പറഞ്ഞു തന്നാൽ എന്ത് ചെയ്യണം? സല്ലിമു തസ്ലീമ, അത് കീഴൊതുങ്ങുക, അത് പറഞ്ഞു തന്നതിനോട് നന്ദി പറയുക. കാരണം പള്ളിന്റെ ഉള്ളിൽ പാടില്ല, നമസ്കരിക്കുന്ന സ്ഥലത്ത് പാടില്ല. വഴിയിലൊക്കെ, പള്ളിന്റെ പുറത്താണെങ്കിൽ പറ്റും, വഴിയിലാണെങ്കിൽ പറ്റും. പക്ഷെ പള്ളിയായി നമ്മൾ വഖഫ് ചെയ്ത സ്ഥലത്ത് അത് പാടില്ല. അപ്പോ ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ എന്തൊരു കാര്യം നമുക്കൊരാൾ സുന്നത്ത് പറഞ്ഞു തന്നാൽ, റസൂലിന്റെ ഹദീസ് പറഞ്ഞു തന്നാൽ, ഇതാണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നയം. വയുസല്ലിമു തസ്ലീമ. വഖാല, അല്ലാഹു തആല പറഞ്ഞു, ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലിന്റെ കൽപ്പനകൾ അതിനോട് എതിര് ചെയ്യുന്ന ആളുകൾ സൂക്ഷിച്ചുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, ഫിത്ന അവരെ ബാധിക്കുന്നത്, അവർ പേടിച്ചുകൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ അവരെ ബാധിക്കുന്നത് അവർ പേടിച്ചുകൊള്ളട്ടെ. ഈ ആയത്തിനെ കുറിച്ച് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ഫിത്ന എന്ന് പറയുന്നത് എന്താണ്? ഇമാം അഹ്മദ് പറഞ്ഞു, അവന്റെ ഖൽബിൽ രോഗമുണ്ടാകും, അങ്ങനെ അവൻ നശിച്ചു പോകും. ഒരു ഹദീസ് തള്ളിക്കളഞ്ഞാൽ അവന്റെ മനസ്സിൽ ശുബ്ഹത്തുകൾ, സംശയങ്ങൾ ഉണ്ടാകും, ദീനിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ കുഫറിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഹദീസുകൾ പഠിക്കുക, അത് അനുസരിച്ച് അമൽ ചെയ്യുക. ആ ഹദീസുകൾ പറയുന്ന ആശയം നമ്മുടെ ശീലങ്ങൾക്കും പാരമ്പര്യത്തിനും ഇഷ്ടങ്ങൾക്കും ഒക്കെ എതിരാണെങ്കിലും സമിഅനാ വഅതഅനാ, അതായിരിക്കണം ഒരു മുഅ്മിന്റെ മുദ്രാവാക്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിക്കാനും ഇത്തിബാ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.